വേദിയിലെ മാനനീയ പ്രമുഖരെ, സ്നേഹം നിറഞ്ഞ ബന്ധുജനങ്ങളെ, ആരാധ്യരായ നാട്ടുകാർ, ലോകം വിവേകാനന്ദ സ്വാമിയിലേക്ക് തിരിയുന്ന ഈ വിവേകാനന്ദ സാർദ്ധശതി കൊണ്ടാടുന്ന ഈ സമയത്ത് ഭാരതീയം 2013 ഭാഗമായി വിവേകാനന്ദ സ്വാമിയെ ആദരിക്കുന്നതോടൊപ്പം വിവേകാനന്ദന്മാരായി മാറുവാനുള്ള ഇച്ഛാശക്തി, ആത്മവീര്യം നമ്മളിലുമുണ്ട് എന്നൊന്ന് ഓർത്തെടുക്കാൻ നമ്മൾ ഈ സായം സന്ധ്യയിൽ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് നമ്മൾ വിവേകാനന്ദ സ്വാമിജി ആരായിരുന്നു, എന്താണ് എന്നെല്ലാം തന്നെ പല തലങ്ങളിൽ പല തരത്തിൽ പഠിച്ച് മുന്നോട്ട് വരികയാണ്. നമുക്കറിയാം, എങ്ങനെയാണോ കുരുക്ഷേത്ര ഭൂമിയില് ധർമാധർമ്മങ്ങൾ ഏറ്റുമുട്ടുന്ന സമരഭൂമിയിൽ അർജുനൻ തളർന്നിരുന്നത്, അതുപോലെ ഭാരതത്തിലെ ദേശീയ ജനത തളർന്നിരിക്കുന്ന സമയത്ത് അന്ന് അർജുനനെ തട്ടി ഉണർത്തിയ പാർത്ഥസാരഥിയായ ശ്രീകൃഷ്ണ പരമാത്മാവിനെ പോലെ ഭാരതത്തിലെ ദേശീയ ജനതയെ തട്ടി ഉണർത്തി അവരെ കർമ്മരംഗത്തേക്ക് എല്ലാവിധ ശക്തിയോടും കൂടി നയിച്ച അഭിനവ പാർത്ഥസാരഥിയാണ് വിവേകാനന്ദ സ്വാമി എന്നുള്ളത്. സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്ത് കഠോപനിഷത്തിലൂടെ ഋഷീശ്വരന്മാർ നമ്മുടെ സമാജത്തിന് നൽകിയ ഒരു ആജ്ഞയുണ്ട്: തളർന്നു കിടക്കരുത്, ഉറങ്ങിക്കിടക്കരുത്, ആരുടെയും മുന്നിൽ തലകുനിക്കരുത്. ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യവരാ നിബോധത. ഉണരൂ, എഴുന്നേൽക്കൂ, ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കൂ. തീർച്ചയായും ആ വാക്കുകളുടെ ശക്തി എങ്ങനെയാണോ അതൊരു മിന്നൽ പിണർ പോലെ സാധാരണക്കാരനെ ഉണർത്തുകയും ഉയർത്തുകയും ലക്ഷ്യത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത് എന്ന് തിരിച്ചറിഞ്ഞ സ്വാമിജി, അതേ ഋഷീശ്വര പാരമ്പര്യത്തിന്റെ വക്താവ്, നമ്മെ നോക്കിക്കൊണ്ട് വീണ്ടും ആജ്ഞാപിച്ചു: ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യവരാ നിബോധത. ഉണരൂ, എഴുന്നേൽക്കൂ, ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കൂ. ഈ സാർദ്ധശതയിൽ നമ്മൾ അതിന് കാതോർക്കുന്നു. അല്ല, കാതോർത്ത് കേൾക്കാനല്ല, ശിരസ വഹിക്കാൻ, ഉണരാൻ, എഴുന്നേൽക്കാൻ, ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കാൻ അതിന് തയ്യാറായാണ് നമ്മളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടുന്നത്. അങ്ങനെ ഉണരാനും എഴുന്നേൽക്കാനും ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കാനും ഒക്കെ സാധിക്കണമെങ്കിൽ സ്വാമിജി പറഞ്ഞതുപോലെ തന്നെ നമ്മളിൽ യുവത്വം ആവശ്യമുണ്ട്. അത് പ്രായത്തിന് അതീതമായ ഒരു യുവത്വം ആവശ്യമുണ്ട്. ഏത് അക്രമത്തെയും അധർമ്മത്തെയും അനീതിയെയും ചോദ്യം ചെയ്യാനുള്ള ഒരു യുവത്വം. അവിടെയാ സ്വാമിജി പറഞ്ഞത്, ഇരുമ്പിൻ സിരാതന്തുക്കളും ഉരുക്കിൻ മാംസപേശികളുമാണ് നമുക്ക് ആവശ്യം. ഇരുമ്പിൻ സിരാതന്തുക്കളും ഉരുക്കിൻ മാംസപേശികളുമായുള്ള യുവത്വത്തിന് അത് 90 ആകാം, 100 ആകാം. മനസ്സിന് ഇനിയും ഒരു അംഗത്തിന് ബാല്യമുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു യുവത്വം, അത്തരം യുവത്വമായിരിക്കണം നാടിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ യുവത്വത്തെ ഉജ്ജ്വലിപ്പിക്കാൻ സ്വാമിജി നമുക്ക് വേണ്ടുന്ന വീറും വാശിയൊക്കെ പകർന്നു തന്നിട്ടുണ്ട്. ഈ സാർദ്ധശതിയിൽ തിരിച്ചറിയുന്നു നമ്മൾ ആ യുവത്വത്തിന്റെ മഹത്വം. ആ യുവത്വം ഏറ്റെടുക്കാൻ തയ്യാറായിക്കൊണ്ട് തന്നെയാണ് ഞാനും നിങ്ങളും ഈ ഭാരതീയം 2013 ഭാഗമായി മാറുന്നത്. സ്വാമിജി നേരത്തെ പറഞ്ഞ എന്താണെന്നും എന്തൊക്കെ പറഞ്ഞു എന്നും കഴിഞ്ഞൊരു വർഷമായി നമ്മൾ പഠിച്ചു. സ്വാമിജി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നമുക്കത് പലതും അറിയുകയും ചെയ്യാം. പക്ഷേ മലയാളിക്ക് വിവേകാനന്ദ സ്വാമി എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യം ആദ്യം ഓർമ്മ വരുള്ളൂ, ബാക്കിയൊക്കെ പതുക്കെ വരുള്ളൂ. ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യവരാ നിബോധതയിലും കൊള്ളാം. സ്വാമി പറഞ്ഞ ആയിരക്കണക്കിന് വചനങ്ങളിൽ ഏതുമായി കൊള്ളട്ടെ, അതല്ല കാലത്തെ അതിജീവിച്ച് നിലനിൽക്കുന്ന വാചകങ്ങളെ സ്വാമി പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ മലയാളിയുടെ മനസ്സിൽ ഓർമ്മ വരുന്ന ഒറ്റ വാചകമേ ഉള്ളൂ. അത് മലയാളിക്ക് ഒരു ബിരുദം തന്നിട്ടുണ്ട് സ്വാമി, കേരളത്തിനൊരു ബിരുദം തന്നിട്ടുണ്ട്. വലിയ ചടങ്ങൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് സമ്മാനിച്ചൊന്നും ഇല്ലെങ്കിലും നമ്മുടെ മനസ്സിൽ നിന്ന് മായാത്ത വിധത്തില് സ്വാമി നമുക്കൊരു ബിരുദം തന്നിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, തമിഴ്നാട്ടിൽ ചെന്നിട്ടാ പറഞ്ഞത്. കേരളം മുഴുവൻ നടന്നു കണ്ട് അതിനുശേഷം തമിഴ്നാട്ടിലെത്തിയ സ്വാമിജിയോട് അവിടുത്തെ കോളേജ് വിദ്യാർത്ഥികൾ ചോദിച്ചു, അങ്ങ് വന്ന മലബാറിനെ പറ്റി, കേരളം എന്നല്ല അന്ന് ഉപയോഗിക്കുന്ന മലബാർ എന്നാണ്, മലബാറിനെ പറ്റി എന്താ അങ്ങയുടെ അഭിപ്രായം എന്ന് ചോദിച്ചു. അതിന് അദ്ദേഹം പറഞ്ഞ പ്രശസ്തമായ വചനങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. മലബാറോ, അതൊരു ഭ്രാന്താലയമല്ലേ എന്ന് ചോദിച്ചു. കേരളം അതൊരു ഭ്രാന്താലയം എന്ന് നമ്മൾ മനസ്സിൽ ധരിച്ചത് സ്വാമി പറഞ്ഞത് തന്നെയാണ്. അദ്ദേഹം ഉദ്ദേശിച്ചതും കേരളം തന്നെയാണ്. പേരെന്ത് പറഞ്ഞാലും കേരളം തന്നെയാണ് ഉദ്ദേശിച്ചത്. അതൊരു ഭ്രാന്താലയമല്ലേ, അവിടെ ഉള്ളവർക്കൊക്കെ മുഴുത്ത വട്ടാണ്. അവിടെ ഉള്ളവർക്കൊക്കെ മുഴുത്ത വട്ടാണ്. ഇന്ന് ഈ സാർദ്ധശതിയിൽ ഞാൻ നിങ്ങളും അന്വേഷിക്കുന്നു, എന്തായിരുന്നു നമ്മുടെ പൂർവികരുടെ വട്ട്? ഇന്നും ഒരുപക്ഷെ വേണ്ടത്ര വെളിച്ചമെത്താത്ത ചില കുഗ്രാമങ്ങളിൽ
ജാതീയമായ ഉച്ചനീചത്വങ്ങൾ നിലനിൽക്കുന്നുണ്ടാകാം. അങ്ങനെയുള്ള ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളൊക്കെ സഞ്ചരിച്ചാണ് സ്വാമി കേരളത്തിലെത്തിയത്. ബീഹാർ ആണെങ്കിലും ഉത്തർപ്രദേശ് ആണെങ്കിലും അതുപോലുള്ള സ്ഥലങ്ങളൊക്കെ സഞ്ചരിച്ച് കേരളത്തിലെത്തിയ സ്വാമിയെ ജാതി ചിന്ത മാത്രമാകില്ലല്ലോ അലട്ടിയത്. നമ്മളൊക്കെ വിചാരിക്കുന്നത് തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും കുറ്റമുള്ളവർ എന്ന് പറഞ്ഞ് നമ്മൾ തമ്മിൽ മാറി നിൽക്കുകയും തീർത്ഥനാണ് വെള്ളം തളിക്കുകയും ഹുങ്കാരം മുഴക്കുകയും ഒക്കെ ചെയ്തതായിരിക്കാം സ്വാമിജിയെ പ്രകോപിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ അത് ഇതിനേക്കാൾ കഷ്ടമായിട്ടായിരിക്കില്ലേ അന്നത്തെ വിദ്യാഭ്യാസമില്ലാത്ത ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ നടപ്പിലായിട്ടുണ്ടാവുക? ഒന്ന് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കാം. അവിടെ ഒന്നും സ്വാമി ഭ്രാന്താലയം എന്ന് പറഞ്ഞില്ലല്ലോ. ഉത്തരേന്ത്യയിലെ ഒരു ഗ്രാമത്തിനും ചെന്ന സ്വാമി പറഞ്ഞില്ല അവിടെ ഭ്രാന്താലയമാണോ എന്ന്. പക്ഷെ അന്നും വിദ്യാഭ്യാസപരമായി മുന്നിൽ നിൽക്കുന്ന കേരളത്തിൽ വന്നിട്ട് സ്വാമി പറഞ്ഞു ഇവിടം ഭ്രാന്താലയമാണ്. എന്റെ നമ്മളോട് വല്ല വൈരാഗ്യം ഉണ്ടായിരുന്നു സ്വാമിക്ക്? ഈ ഉച്ചനീചത്വങ്ങൾ അറിവില്ലായ്മയുടെ ഭാഗമായിട്ട് എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. അറിവില്ലായ്മയുടെ ഭാഗം തന്നെ പറഞ്ഞു, അനാചാരത്തിന്റെ ഭാഗമല്ല. കാരണം അത് ആചാരമല്ല, അനാചാരമല്ല, അത് അറിവില്ലായ്മയുടെ ഭാഗമായിരുന്നു. കൃഷ്ണ കുചേലന്മാർ ഒരുമിച്ച് പഠിച്ചതാ നമ്മുടെ പാരമ്പര്യം. കുചേലൻ ആഢ്യ ബ്രാഹ്മണനാ, കൃഷ്ണൻ OBC-യാ, അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി ഇപ്പോഴും ഉണ്ട്. യാദവകുലം, ലല്ലു പ്രസാദ്, മുലായം സിംഗ് യാദവ് ഒക്കെ ഉദാഹരണ. അവരൊക്കെ OBC-യാ. ഇവര് രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചു, കളിച്ചു വളർന്നു, ഒരു ഐത്യവും ഇല്ലാതെ. അങ്ങനെ ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ നമ്മുടെ ധാർമ്മിക ജീവിതത്തിൽ നിന്ന് നമുക്ക് നിരത്താൻ കഴിയുമ്പോഴും അടിയളെന്നും കോലളെന്നും ദൃഷ്ടിയിൽപ്പെട്ടാൽ കുറ്റമുള്ളവരുമായി നമ്മൾ മാറി നിന്നത് അറിവില്ലായ്മയുടെ ബാക്കിയായിരുന്നു, അബദ്ധമായിരുന്നു. ഇത് ഭാരതം മുഴുവൻ നിലനിൽക്കുമ്പോഴും അതെല്ലാം കണ്ട സ്വാമിജി എന്തേ കേരളത്തെ മാത്രം കുറ്റപ്പെടുത്തിയത്? ഇന്ന് ഈ സാർദ്ധശതിയിൽ ഗൗരവമായി നമ്മളത് ചിന്തിക്കണം. സ്വാമിജിയുടെ വാക്കുകൾ തന്നെ അതിന് വായിക്കുകയും വേണം. കേരളം ഭ്രാന്താലയം, കേരളം ഭ്രാന്താലയം, കേരളം ഭ്രാന്താലയം എന്നിങ്ങനെ സഹസ്രാവധി ജപിച്ചോണ്ട് കാര്യമില്ല. സ്വാമിജിയുടെ വാക്കുകൾ തന്നെ അദ്ദേഹം ഏതർത്ഥത്തിൽ പറഞ്ഞു എന്നുള്ളതിനെ പറ്റി നമ്മൾ കാര്യമായി ചിന്തിക്കണം. സ്വാമിജി പറഞ്ഞത് കേരളം ഭ്രാന്താലയമായിരുന്നു എന്ന അർത്ഥത്തിൽ തന്നെയാ. എങ്ങനെയാ ഭ്രാന്താലയം? തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും കുറ്റമുള്ളവർ. അത് നേരത്തെ പറഞ്ഞ പോലെ എല്ലായിടത്തും ഉണ്ട്, കേരളത്തിലും ഉണ്ടായിരുന്നു. അതല്ല ഭ്രാന്ത്, അതിനെയല്ല സ്വാമിജി ഭ്രാന്ത് എന്ന് പറഞ്ഞത്. ഇവിടെ അതിനപ്പുറം ഒരു ഭ്രാന്ത് ഉണ്ടായിരുന്നു. ഈ തൊട്ടുകൂടാത്തവനും തീണ്ടിക്കൂടാത്തവനും ദൃഷ്ടിയിൽപ്പെട്ടാൽ കുറ്റമുള്ളവനുമായി അടിയളന്നും കോലളന്നും മാറി നിൽക്കേണ്ടവൻ, അവൻ പോയി മാമോദീസ മുങ്ങി വന്നാലോ അവൻ പോയി സുന്നത്ത് നടത്തിയാലോ അവന്റെ അയിത്തം പോവുകയും അവനെ കെട്ടിപ്പിടിക്കുകയും ചെയ്തൊരു വിഡ്ഢിത്തം കേരളം മാത്രമേ കാണിച്ചിരുന്നുള്ളൂ. ഇത് ഇന്ത്യയിൽ ഒരു ഭാഗത്തും ഉണ്ടായിരുന്നില്ല. അവൻ അതുവരെ വിളിച്ചിരുന്ന ദൈവത്തെ അങ്ങ് ഉപേക്ഷിച്ചാൽ അവന്റെ അയിത്തം പോവുക. പിന്നെ അവന് ഉമ്മറത്ത് കയറാം, മടിയിലിരിക്കാം, എന്ത് വേണേ ചെയ്യാം, എല്ലാ അയിത്തവും പോവുക. ഈ ഭ്രാന്ത് കണ്ടിട്ടാ സ്വാമി പറഞ്ഞത് കേരളത്തിലുള്ളവർക്ക് വട്ടാണെന്ന് പറഞ്ഞു. ജാതീയമായ ഉച്ചനീചത്വം അറിവില്ലായ്മയെന്ന് സ്വാമിക്ക് അറിയാം, അത് എല്ലായിടത്തും ഉണ്ട്. അറിവ് വന്നാൽ അത് മാറുകയും ചെയ്യും. പക്ഷെ ഇവിടെ കാണിച്ചത് ശുദ്ധ ഭോഷ്കായിരുന്നു, വിഡ്ഢിത്തമായിരുന്നു. എന്തൊക്കെ ചെയ്തില്ല നമ്മള്? നമ്മുടെയൊക്കെ പൂർവികർക്കറിയാം, ഈ ഭാഗത്തുള്ളവർക്കൊക്കെ തന്നെ അറിയാം നമ്മളെ പൂർവികർ എന്തൊക്കെ ചെയ്തിരുന്നു എന്നുള്ളത്. വീട്ടിൽ നിന്നുള്ള എണ്ണയോ നെയ്യോ ഒക്കെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകാൻ മടിയാ. കാരണം എന്താ? അത് ശുദ്ധി പോരാന്നാണ്. ഏതൊക്കെ സമയത്ത് ഉണ്ടാക്കിയതാണെന്ന് അറിയില്ല, ആരൊക്കെ തൊട്ടിട്ടുള്ളതാണെന്ന് അറിയില്ല. അതുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശുദ്ധി പോരാ, ക്ഷേത്രത്തിൽ കൊണ്ടുപോകാൻ മടിയാ. പക്ഷെ പുറത്തുനിന്ന് വാങ്ങിക്കാനുള്ള കാശും ഉണ്ടാവില്ല. അന്നത്തെ അവസ്ഥയല്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യും? ക്ഷേത്രത്തിൽ കൊണ്ടുപോകാൻ ഏതോ വിദ്യാസുരൻ ഒരു ചടങ്ങുണ്ടാക്കി വെച്ചു കഴിഞ്ഞു. ഏതോ വിദ്യാസുരൻ തന്നെയാ പറയേണ്ടത്. ചടങ്ങെന്താ? തൈലാദി വസ്തുക്കൾ അശുദ്ധമായാൽ പൗലോസ് തൊട്ടാൽ അത് ശുദ്ധമാകും. തൈലാദി വസ്തുക്കൾ അശുദ്ധമായാൽ പൗലോസ് തൊട്ടാൽ അത് ശുദ്ധമാകും. വീട്ടിൽ നിന്ന് കൊണ്ടുപോകണ എണ്ണയോ നെയ്യോ ഏതെങ്കിലും പൗലോസോ മൊയ്തീനോ തൊട്ടാൽ ശുദ്ധമായി എന്നാണ്. ഹിന്ദു അല്ലാത്ത ഒരാൾ തൊട്ടാൽ ആ എണ്ണയും നെയ്യും നേരെ അമ്പലത്തിൽ കൊണ്ടുപോകാൻ. കാരണം എന്താ? അവര് കച്ചവടക്കാരാണ്, അവര് കച്ചവടക്കാർ. അതുകൊണ്ട് അവര് തൊട്ടാ വാങ്ങിയ മുതലായി എന്നാണ്. ഇതുപോലുള്ള വിഡ്ഢിത്തം ഒന്നും സഹ്യനപ്പുറം ആരും ചെയ്തിട്ടില്ല. ഒരു ജനതയും ഇതുപോലുള്ള വിഡ്ഢിത്തം ചെയ്തിട്ടില്ല. നമ്മൾ മാത്രമേ ഇതുപോലുള്ള വിഡ്ഢിത്തങ്ങൾ ചെയ്തിട്ടുള്ളൂ. ഈ വിഡ്ഢിത്തങ്ങളെയൊക്കെയാണ് സ്വാമിജി ശരിക്കും തുറന്ന് ഭ്രാന്ത് എന്ന് തന്നെ പറഞ്ഞത്. ആലപ്പുഴ ജില്ലയിലെ പ്രശസ്തമായ ഒരു ദേവീക്ഷേത്രം 1-2 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവിടെ അതേമാതിരി എണ്ണ തൊടാൻ ഹിന്ദു അല്ലാണ്ട് ആരുമില്ല. അതിന്റെ ചുറ്റും ഹിന്ദു മാത്രമേ ഉള്ളൂ. എങ്ങനെ കൊണ്ടുപോകും ആ അമ്പലത്തിലേക്ക് എണ്ണ? വീട്ടിൽ നിന്നുണ്ടാക്കിയ എണ്ണ. അവസാനം കാരണവന്മാര് പ്രതിവിധി കണ്ടെത്തി. വളരെ ദൂരെ എന്നൊരു ക്രിസ്തീയ കുടുംബത്തെ കൊണ്ടുവന്ന് ചെല്ലും ജലവും കരമൊഴിവാക്കി ഭൂമിയും കൊടുത്ത് അവിടെ താമസിപ്പിച്ചു. അവരുടെ പണി എന്തായിരുന്നു അറിയാം? എണ്ണ തൊടുക. അമ്പലത്തിലേക്ക് കൊണ്ടുപോകുന്ന എണ്ണയൊക്കെ ഒന്ന് തൊട്ട് ശുദ്ധാക്കിയിട്ട് അങ്ങോട്ട് കയറ്റുക. ദോഷം പറയരുതല്ലോ. അവര് എണ്ണ മാത്രമല്ല തൊട്ടുള്ളൂ, എണ്ണ തൊട്ടു, മണ്ണ് തൊട്ടു, പെണ്ണ് തൊട്ടു. ഇപ്പൊ എന്താ അവസ്ഥ? ആ ഗ്രാമത്തിൽ ഹിന്ദുവേ ഇല്ല.
എണ്ണ തരാൻ കൊണ്ടുവന്നിരുത്തിയ കുടുംബം അറിഞ്ഞ് കളിച്ചപ്പോ യൂറിയത്ത പോലെ അത് വളർന്നപ്പോ അവിടെ ഹിന്ദുവേ ഇല്ല. ഭ്രാന്തല്ലേ കാണിച്ചത്? ചിന്തിച്ചു നോക്കൂ. ഇത്തരം ഭ്രാന്തുകളെയാണ് വിവേകാനന്ദ സ്വാമി തുറന്നെതിർത്തത്. ഇതിനാണ് സ്വാമിജി ശരിക്കും നമുക്ക് പറഞ്ഞാൽ ചികിത്സയും നിശ്ചയിച്ചത്. അപ്പൊ ഇന്ന് ഈ സാർദ്ധശതിയിൽ സ്വാമിജിയിലേക്ക് തിരിയുമ്പോൾ സ്വാമിജിമാരായി മാറാനുള്ള തത്രപ്പാടിൽ നമ്മൾ ഓരോരുത്തരും നോക്കുമ്പോൾ നമ്മൾ ഇന്ന് ആശങ്കാകുലരാണ്, തികച്ചും ആശങ്കാകുലരാണ്. കാരണം നമ്മൾ ഭയക്കുന്നു, കേരളം വീണ്ടും ഭ്രാന്താലയോ ആയോ, ഈ നാട് വീണ്ടും അങ്ങോട്ടൊക്കെ തന്നെ ആയോ. കേരളവും അന്ന് കേരളത്തിന് മാത്രമായിരുന്നു ഭ്രാന്തെങ്കില് ഇന്ന് ആ ഭ്രാന്ത് ഭാരതത്തിന് മൊത്തം വരികയാണ്. ആ ഭ്രാന്തിന് ചികിത്സിക്കാൻ അതിനാണ് ഈ ഭാരതീയം 2013 ഇന്ന് കേരളത്തെയും ഭാരതത്തെയും ബാധിക്കുന്ന ചില പുതിയ ഭ്രാന്തുകൾ, അന്ന് വിവേകാനന്ദ സ്വാമി കണ്ടെത്തിയ അതേ തലത്തിൽ നിൽക്കുന്ന ചില ഭ്രാന്തുകൾ ഇന്നിവിടെ ആഞ്ഞടിക്കുമ്പോൾ അതിന് ചികിത്സിക്കാനുള്ള ശക്തിയാണ് ഭാരതീയം 2013 ഭാഗമായിട്ട് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടത്. എന്താ ഈ നാടിന്റെ ഭ്രാന്ത്? നമ്മൾ അനുഭവിച്ചറിയുന്നതിൽ കൂടുതലുള്ള ഭ്രാന്തൊന്നുമില്ല. അന്ന് അയിത്തം പോകാൻ, തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും പോകാൻ മാമോദീസ മുങ്ങിയാ മതിയായിരുന്നു, സുന്നത്ത് നടത്തിയാൽ മതിയായിരുന്നു. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും പോകും. ഇവിടെ അതന്ന് വ്യക്തികളും കുടുംബങ്ങളുമാണ് ചെയ്തിരുന്നതെങ്കിൽ ഇന്നിവിടെ വ്യക്തികളും കുടുംബങ്ങളും അല്ല അത് ചെയ്യുന്നത്, ഭരണകൂടങ്ങളും രാഷ്ട്രീയക്കാരുമാണ് അത്തരത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. മാമോദീസ മുങ്ങിയാൽ, സുന്നത്ത് നടത്തിയാൽ അവരാരാധ്യരായി, അവരെ കെട്ടിപ്പിടിക്കാമെന്ന് യാതൊരു മടിയുമില്ല, പിന്നെ അയിത്തമില്ല. നമ്മൾ ചിന്തിക്കൂ, ഓരോ രംഗം എടുക്കൂ, രാഷ്ട്രീയ രംഗം തൊട്ട് നോക്കൂ. ഇവിടുത്തെ രാഷ്ട്രീയ രംഗം തൊട്ട് നമുക്ക് നോക്കാം. രാഷ്ട്രീയമാണല്ലോ എല്ലാറ്റിനെയും നയിക്കുന്നത്. എന്താ കേരളത്തിന്റെയും ഭാരതത്തിന്റെയും പൊതുവായ അവസ്ഥ? ഇവിടെ മുസ്ലിമിന് സംഘടിക്കാം, രാഷ്ട്രീയം പറയാം, ഒരു കുഴപ്പവും ആരും കണ്ടിട്ടില്ല. മതത്തിന്റെ ആത്മീയ നേതാവിന് തന്നെ രാഷ്ട്രീയം പറയാം, മതത്തിന്റെ ആത്മീയ നേതാവ് തന്നെ രാഷ്ട്രീയ പാർട്ടിയുടെ തലപ്പത്തിരിക്കാം. മതേതരത്വത്തിന് നോവില്ല, ആത്മീയതക്കെതിരാകില്ല. അല്ലെ, മുസ്ലിം ലീഗിന്റെ തലപ്പത്തിരിക്കുന്ന ഒരാളല്ലേ കേരള മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ്. അതേസമയം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തലതൊട്ടപ്പൻ, ഒരാൾക്കും നൊന്തില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിക്കും പ്രശ്നമായില്ല. അതിനെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും. പക്ഷേ ഹിന്ദുവിന്റെ അടുത്തേക്ക് വരിക, ഏതെങ്കിലും കാവി ഉടുത്ത ഒരു സന്യാസി ശ്രേഷ്ഠനോ വേണ്ട, ഒരു ക്ഷേത്രത്തിലൊരു മൈക്ക് വെച്ച ആരെങ്കിലും ഹിന്ദു എന്ന രണ്ടക്ഷരം ഒന്ന് പറഞ്ഞു പോയാല്, ഹിന്ദുവിന് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ വർഗീയത പറയുന്നു. എവിടെ? അമ്പലത്തിൽ വന്ന് ഹിന്ദു എന്ന് പറഞ്ഞാൽ പോലും വർഗീയമാണ്. അത് മതം വേറെ പോണം, രാഷ്ട്രീയം വേറെ പോണം. അമ്പലങ്ങൾ തന്നെ ഭരിക്കുകയും മുടിക്കുകയും ചെയ്യുമ്പോഴും ഹിന്ദു രാഷ്ട്രീയത്തെ പറ്റി മിണ്ടിപ്പോകരുത്. സ്വത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു പോകുമ്പോഴും ഹിന്ദു രാഷ്ട്രീയത്തെ പറ്റി മിണ്ടിപ്പോകരുത്. കേരളത്തിലെ ക്ഷേത്രങ്ങൾക്ക് റിസർവ് ബാങ്കിന്റെ നോട്ടീസ് വന്നപ്പോൾ മിണ്ടിപ്പോകരുത് ക്ഷേത്രങ്ങള്. കാരണം മിണ്ടിയാൽ മതേതരത്വം ഒലിച്ചു പോകും. ക്ഷേത്രം രാഷ്ട്രീയം പറയേ. റിസർവ് ബാങ്കിന്റെ കത്താണ് കേരളത്തിലെ ക്ഷേത്രങ്ങൾക്ക് കിട്ടിയത്. സ്വർണം എത്ര, വെള്ളി എത്ര, ചെമ്പെത്ര കത്ത് കിട്ടി. ഒരു ഇസ്ലാമിക ആരാധനാലയത്തിന്റെ അറിയണ്ട, ഒരു ക്രൈസ്തവ ആരാധനാലയത്തിന്റെ അറിയണ്ട സ്വർണം എത്ര, വെള്ളി എത്ര, ചെമ്പെത്ര, ആർക്കും അറിയണ്ട. പക്ഷേ ഹൈന്ദവ ക്ഷേത്രങ്ങളുടേത് അറിഞ്ഞേ പറ്റൂ. സ്വർണം എത്ര, വെള്ളി എത്ര, ചെമ്പെത്ര തുടങ്ങി മുഴുവൻ കാര്യങ്ങളും അത് അറിഞ്ഞേ മതിയാവുള്ളൂ. ഇവിടെ നമ്മുടെ പ്രവർത്തകരെ യഥാസ്ഥാനത്ത് ഇരിക്കുക, നമ്മുടെ പരിപാടി ഭംഗിയായി നടക്കട്ടെ, എവിടെയും ഒരു വിഷയവുമില്ല. ഇവിടെ ശ്രദ്ധിക്കുക, പരിപാടി ഭംഗിയായി നടത്തുക, അത് മാത്രമാണ് നമ്മളിൽ നിക്ഷിപ്തമായ കർത്തവ്യം. അല്ലെങ്കിൽ നമ്മൾ ഇത്തരം പരിപാടികൾക്ക് തുടങ്ങണ്ടല്ലോ. അപ്പൊ ശ്രദ്ധിക്കുക. അപ്പോ ഇവിടുത്തെ ക്ഷേത്രങ്ങൾക്കൊക്കെ തന്നെ സ്വർണം എത്ര, വെള്ളി എത്ര തുടങ്ങിയ കണക്കുകൾ ചോദിച്ചപ്പോഴും ക്ഷേത്രങ്ങൾ മിണ്ടാൻ പാടില്ല. കാരണം മിണ്ടിയാൽ അത് ആത്മീയമാണ്. ക്ഷേത്രങ്ങൾ ആത്മീയ സ്ഥാപനങ്ങളാണ്. ഹൈന്ദവ സന്യാസിമാർ ആത്മീയ ആചാര്യന്മാരാണ്. അവര് രാഷ്ട്രീയം പറയാൻ പാടില്ല, അവര് രാഷ്ട്രീയത്തെ പറ്റി കമാന്ന് മിണ്ടാൻ പാടില്ല. പക്ഷെ ഇസ്ലാമിക മതത്തിന്റെ ആധ്യാത്മിക നേതാവിന് രാഷ്ട്രീയം പറയാം. മന്ത്രിമാരുടെ എണ്ണം വരെ കണക്ക് പറഞ്ഞ് മുട്ടിക്കുത്തിന് പിടിച്ചു നിർത്തിക്കൊണ്ട് മേടിക്കാം. ഒരു മതേതരത്വത്തിന് നോവില്ല. അവിടെ മതവും രാഷ്ട്രീയവും ഒന്നായാലും ഒരാൾക്കും ഒരു കുഴപ്പമില്ല. ഓരോ സീറ്റിൽ ആര് നിൽക്കണമെന്ന് ബിഷപ്പ് ഹൗസിൽ നിന്ന് തീരുമാനിക്കും. കേരള കോൺഗ്രസിന്റെ മാത്രമല്ല, കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി മാത്രമല്ല, ബിഷപ്പ് ഹൗസിൽ നിന്ന്, ക്രിസ്തീയ മതമേലധ്യക്ഷന്മാരുടെ ബിഷപ്പ് ഹൗസിൽ നിന്ന് തീരുമാനിക്കും ഓരോ പാർട്ടി ഓരോ സ്ഥാനത്തും ആര് നിൽക്കണം, ആര് മത്സരിക്കണം. ഒരാളുടെ മതേതരത്വം നോവില്ല. ആത്മീയത വേറെ, മറ്റേ രാഷ്ട്രീയം വേറെ ഇല്ല. അവർക്ക് കൈകാര്യം ചെയ്യാം. ഹിന്ദു
ഹിന്ദുവിന് രാഷ്ട്രീയം എന്ന് മിണ്ടി പോകരുത്. മുസൽമാന് സംഘടിക്കാം, മന്ത്രിസ്ഥാനം അടക്കം എന്തും കുത്തിനെ പിടിച്ചു നിർത്തി മേടിക്കാം, ഇവിടെയുള്ള ഓരോ പദവികളും സ്വന്തമാക്കി മാറ്റാം. 70% റവന്യൂവും കൈകാര്യം ചെയ്യാവുന്ന അവസ്ഥയിലേക്ക് മുസ്ലിം ലീഗ് വളരാം. മുസ്ലിമിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ സംഘടനയാണല്ലോ, ആർക്കും ആക്ഷേപമൊന്നുമില്ല ആ കാര്യത്തിൽ. 70% സർക്കാർ റവന്യൂ കൈകാര്യം ചെയ്യുന്നത് മുസ്ലിം ലീഗാണ്. പക്ഷെ ആർക്കും നോവുന്നില്ല. മറിച്ച് ഹിന്ദുവെങ്ങാൻ രാഷ്ട്രീയം എന്ന് മിണ്ടിപ്പോയാൽ, ഹിന്ദുവെങ്ങാൻ സംഘടിക്കണമെന്ന് പറഞ്ഞു പോയാൽ, ഹിന്ദുവെങ്ങാൻ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളോ മോഹങ്ങളോ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവനെ മുക്കാലി കെട്ടി നിർത്തി നഗ്നനാക്കി അടിക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയക്കാര് ഞാൻ മുമ്പ് എന്ന് പറഞ്ഞു വരും. സ്വന്തം സമുദായത്തിന് നഷ്ടപ്പെടുന്ന അവകാശങ്ങളെ പറ്റി നമ്മൾ ആരെങ്കിലും വേദിയിൽ ഒരല്പം വികാരപരമായി സംസാരിച്ചാല്, മുസൽമാന് കൊടുക്കണേന്ന് നമ്മളൊന്നും പറയാറില്ല, ക്രിസ്ത്യാനിക്ക് കൊടുക്കണേന്നും പറയുന്നില്ല. പക്ഷെ ഇവിടെ ജനിച്ച് ഇവിടുത്തെ നിയമം അനുസരിച്ച് ഇവിടെ വളരുന്ന നമുക്ക് പാകിസ്ഥാനിൽ പോയി ചോദിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ ചിലത് നമുക്ക് കിട്ടിയേ പറ്റുള്ളൂ. നമ്മൾ രണ്ടാം കെട്ടിലെ മക്കളൊന്നുമല്ല, തവിട് കൊടുത്ത് വാങ്ങിയതുമല്ല. നമ്മള് ഈ മണ്ണിന്റെ മക്കളായതുകൊണ്ട് നമുക്ക് ചിലത് കിട്ടണം. അത് ആത്മാർത്ഥമായി പറഞ്ഞാൽ ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ഞങ്ങളൊക്കെ കാളകൂടം തുപ്പുന്ന സർപ്പങ്ങളാണ്. കാളകൂടം തുപ്പുന്ന അല്ലെങ്കിൽ കാളകൂട വിഷം തുപ്പുന്ന സർപ്പങ്ങളാണ് ഞങ്ങള്. രഹസ്യമായിട്ടൊന്നുമില്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ യമരാജനല്ല ജയരാജൻ, പേര് മാറിപ്പോയതാ. മാർക്സിസ്റ്റ് പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ജയരാജൻ കൽപ്പറ്റയിൽ ഒരു പരിപാടിയിൽ വന്നിട്ട്, ആ പരിപാടി അവരുടെ പരിപാടി നടക്കുന്നതിന്റെ 2ാം ദിവസം ഹിന്ദു ഐക്യവേദിയുടെ പരിപാടി നടക്കുന്നുണ്ട് അവിടെ കൽപ്പറ്റയില്. അദ്ദേഹം അവിടെ വന്ന് പറഞ്ഞത് എന്താണെന്നറിയാവോ? ഹിന്ദുക്കളൊന്ന് സംഘടിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ആ പട്ടണ ഹൃദയത്തിൽ ചെന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, നിങ്ങളുടെ ബോർഡൊക്കെ അവിടെ കണ്ടു, നിങ്ങളുടെ പരിപാടിക്ക് ആരാ വരണമെന്നൊക്കെ കണ്ടു. അതുകൊണ്ട് കൽപ്പറ്റക്കാരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ്, നിങ്ങളുടെ മുന്നിലേക്ക് ഒരു മൂർഖൻ പാമ്പും ശശികലയും ഒപ്പം വന്നാൽ, അദ്ദേഹം പറഞ്ഞ വാക്കാണ്, ഒരു മൂർഖൻ പാമ്പും ശശികലയും ഒപ്പം വന്നാൽ നിങ്ങൾ മൂർഖനെ പേടിക്കണ്ട, ശശികലയെ പേടിച്ചോളൂ. മൂർഖനെ പേടിക്കണ്ട, ശശികലയെ പേടിച്ചോളൂ. കാരണം മൂർഖൻ കടിച്ചാലേ വിഷമുള്ളൂ, ശശികല വായ തുറന്നാൽ തന്നെ വിഷമാണ്. വായ തുറന്നാൽ തന്നെ വിഷമാണ്. മദനിയുടെ വായിലെ പല്ല് എണ്ണി നോക്കുകയും നാക്ക് വടിച്ചു കൊടുക്കുകയും ചെയ്യുന്നവരാണ് നമ്മളൊക്കെ വായ തുറന്നാ വിഷമെന്ന് പറയുന്നത്. പല്ല് തേച്ചു കൊടുക്കുക, നാക്ക് വടിച്ചു കൊടുക്കുക എല്ലാം ചെയ്യുന്നവര്, അതിന് കാത്തുകെട്ടി കിടക്കുന്നവര്, അവരാ പറയണത് ഹൈന്ദവ സംഘടനാ നേതാക്കൾ വായ തുറന്നാ തന്നെ വിഷമാണത്രേ. ചിന്തിക്കൂ, ഹിന്ദു സംഘടനയുടെ ഏത് നേതാവ്, ഏത് അനുയായി എവിടെയെങ്കിലും അന്യമത വിരോധം പറഞ്ഞിട്ടുണ്ട്? എവിടെയെങ്കിലും വെച്ചിട്ട് ഖുർആനിലെ ഏതെങ്കിലും ഒരു വചനം എടുത്തിട്ട് തെറ്റെന്നോ ആക്ഷേപിക്കുകയോ അധിക്ഷേപിക്കുകയോ ചെയ്ത ഏതെങ്കിലും ഒരു ഹിന്ദു നേതാവ് ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും ഇസ്ലാമിക വിശ്വാസങ്ങളെ, ഏതെങ്കിലും ഇസ്ലാമിക ആചാര്യന്മാരെ, ഏതെങ്കിലും ക്രൈസ്തവ വിശ്വാസങ്ങളെ, ഏതെങ്കിലും ക്രൈസ്തവ ആചാര്യന്മാരെ ഇന്ന് വരെ ഒരു ഹിന്ദു നേതാവും പീലി കൊണ്ട് പോലും ഒഴിഞ്ഞു നോവിപ്പിച്ചിട്ടില്ല. എന്നിട്ടല്ലേ ബാക്കിയുള്ളതൊക്കെ പീലി കൊണ്ട് പോലും ഒഴിഞ്ഞു നോവിപ്പിച്ചില്ല. കാരണം അവരായി അവരുടെ കാര്യമായി, നമുക്ക് നമ്മുടെ കാര്യം തന്നെ നോക്കാൻ നേരമില്ല. പിന്നീട് ഇപ്പൊ നേരത്തെ ഇവിടെ ഡോക്ടർ പറഞ്ഞ മാതിരി നമ്മൾ ഭഗവത്ഗീത അന്വേഷിച്ച് നടക്കണേ ഉള്ളൂ. അപ്പോഴല്ലേ ഇപ്പൊ ഖുറാനും ബൈബിളും നമ്മൾ കാണാൻ പോണത്. ഇത് എന്നെ പിടിപ്പതുണ്ട്, ഈ ജന്മം കൊണ്ടിട്ട് പഠിച്ച് തീരുമില്ല. ഇത് കഴിഞ്ഞിട്ട് മതിയല്ലോ, അപ്പോഴേക്ക് ജന്മം കഴിയും. മറ്റതൊക്കെ പഠിക്കാറപ്പോഴേക്ക് ഈ ജന്മം കഴിയുന്നുള്ളതുകൊണ്ട് നമ്മളങ്ങ് പഠിക്കേണ്ടെന്ന് വെച്ചേക്കുക. അപ്പോ നമുക്ക് അത്തരത്തിൽ പറയേണ്ട ഒരു ആവശ്യം ഹൈന്ദവ സംഘടനയ്ക്കില്ല. എന്നിട്ടും വിഷം തുപ്പുന്നു എന്ന് പറയുന്നവര് ഇസ്ലാമിനും ക്രിസ്ത്യാനിക്കും സംഘടിക്കാൻ വേണ്ടുന്നത് എല്ലാം ചെയ്തു കൊടുക്കുന്നു. നേരത്തെ ഇവിടെ സ്വാഗത പ്രഭാഷണത്തിൽ പറഞ്ഞു, ഹിന്ദു ഏകദേശം പാട്ടിലായി കിടക്കുകയാണ്, അതുകൊണ്ട് മറ്റുള്ളവരെ പിടിച്ചളയുന്നു. ഹിന്ദു പാട്ടിലാക്കി സത്യമാണ്. ഹിന്ദുവിന്റെ അവസ്ഥ ഇന്ന് എന്താണെന്നറിയാമോ? പ്രത്യേകിച്ച് CPM-ക്കുമായിട്ട് ഹിന്ദു ഇത്രയും വിശ്വസിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ വേറെ ഇല്ല. CPM-നെ പോലെ ഇവിടുത്തെ ഹിന്ദു വിശ്വസിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം വേറെയില്ല. BJP-യെ പോലും അവര് മാറ്റി നിർത്തിയിട്ടുണ്ട്. സംശയത്തോടു കൂടി മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ നെഞ്ചേറ്റി അവര് ലാളിച്ചൊരു പ്രസ്ഥാനമുണ്ട്, അത് CPM ആണ്. കേരളത്തിലെ ഹൈന്ദവ സമാജം അമ്പലങ്ങൾ ഒന്നൊന്നായി പൊളിക്കാൻ പറയുമ്പോഴും അവൻ CPM-നെ നെഞ്ചേറ്റി പിടിച്ചു. കാരണം അമ്പലം പൊളിക്കാൻ അവൻ പറഞ്ഞോട്ടെ, നമ്മൾ പൊളിക്കണില്ലല്ലോ, നമ്മൾ കെട്ടല്ലേ, അതുകൊണ്ട് അവൻ അങ്ങനെ ഒരു വഴിക്ക് പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. അപ്പോഴും അവൻ അതേ കൊടി ആഞ്ഞു വീശി. ക്ഷേത്രം പൊളിക്കണം, കപ്പ നടണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ അതേ കൊടി ആഞ്ഞു വീശി. സ്വന്തം വിശ്വാസങ്ങളെ നിലത്തിട്ട് ചവിട്ടി മെതിച്ചപ്പോഴും അവൻ അതേ കൊടി ആഞ്ഞു വീശി. അപ്പൊ ഇന്നത്തെ ഹിന്ദുവിന്റെ അവസ്ഥ എന്താ? ആ CPM-ന്റെ ഭാഗത്ത് നിന്ന് ഹിന്ദുവിന് കിട്ടുന്നത് എന്താ?
ക്ഷേത്രങ്ങൾ പൊളിക്കണം, കപ്പ നടണം, ചെവിയിൽ അലക്കുന്നു പതിറ്റാണ്ടുകൾക്കും. എന്റെ കുട്ടിക്കാലത്ത് ധാരാളം വായനാശീലം ഉണ്ടായിരുന്ന ഞാൻ വായനയിൽ നിന്ന് മനസ്സിലാക്കിയത് അന്നത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളുടെ ജൽപ്പനങ്ങള്. ക്ഷേത്രം പൊളിക്കണം, കപ്പ നടണം. കപ്പ നട്ടാ പോരാ, വിളവുണ്ടാവില്ലല്ലോ. വെറുതെ കപ്പ നട്ടാ വിളവുണ്ടാവുമോ? രാമായണ ഭാഗവതാദികളൊക്കെ കത്തിച്ച് അതിന്റെ മൂട്ടില് വളമിടണം. രാമായണ ഭാഗവതാദികളൊക്കെ കത്തിച്ച് ആ ചാരം മൂട്ടിലിടണം, എന്നാലേ നാട് നന്നാവുള്ളൂ. ഇതാണ് CPM ഹിന്ദുവിനോട് പറഞ്ഞിട്ടുള്ളത്. ഹൈന്ദവ വിശ്വാസങ്ങളെ പരസ്യമായി എതിർക്കുകയല്ലാതെ ഇന്നുവരെ അതിനെ അംഗീകരിച്ചിട്ടില്ല. കണ്ണൂര് കാസർഗോഡ് ജില്ലയുടെ ബോർഡറില് ഒരു കൂട്ടം ടാക്സി ഡ്രൈവർമാര് 2-3 വർഷങ്ങൾക്ക് മുമ്പ് വെള്ളാട്ട് നടത്താൻ തീരുമാനിച്ചപ്പോ, തെയ്യത്തിന്റെ ഒരു ചെറിയ രൂപമാണ് വെള്ളാട്ട്, ആ വെള്ളാട്ട് നടത്താൻ അവർ തീരുമാനിച്ചപ്പോ അത് മുഴുവൻ 45 പേർ CITU-കാരടങ്ങുന്ന ഡ്രൈവർമാരുടെ സംഘമാണ്. 45 CITU-കാരടങ്ങുന്ന ഡ്രൈവർമാരുടെ സംഘമായിരുന്നു വെള്ളാട്ട് നടത്താൻ തീരുമാനിച്ചിരുന്നത്. ആ വെള്ളാട്ട് പോലീസിനെ വിട്ട് തടയാൻ, അന്ന് അവരുടെ ഭരണമായിരുന്നു, പോലീസിനെ വിട്ട് ആ വെള്ളാട്ട് തടയാനും അതവിടെ നടപ്പിലാകാതിരിക്കാനുമുള്ള എല്ലാ ശ്രമവും CPM നടത്തി. കാരണം അന്ധവിശ്വാസങ്ങളെ കൊണ്ടുവരുന്നതല്ലേ, അതൊക്കെ പ്രചരിപ്പിക്കാൻ പറ്റൂ. അങ്ങനെ ഹൈന്ദവ വിശ്വാസങ്ങൾക്കെതിരെ എന്നും പരസ്യമായ നിലപാടെടുക്കുകയും ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന CPM 3 ആഴ്ച മുമ്പ് കണ്ണൂരൊരു സെമിനാർ നടത്തി. പിണറായി വിജയൻ തന്നെ ആയിരുന്നു അതിന്റെ മുഖ്യ കാർമ്മികനും മുഖ്യ അതിഥിയും ഒക്കെ. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെമിനാർ നടത്തുന്നത് ഇത്ര വലിയ അത്ഭുതമുള്ള കാര്യമൊന്നുമല്ല. പാർട്ടി ക്ലാസുകളിലൂടെയും സെമിനാറുകളിലൂടെയും സിമ്പോസിയങ്ങളിലൂടെയും ആണല്ലോ കമ്മ്യൂണിസം വളർന്നത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അല്ലാന്ന് നമുക്കറിയാം. ഏതായാലും അതാണ് പരസ്യമായ വാക്ക്. അപ്പൊ അതൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെമിനാർ നടത്തുന്നതുകൊണ്ട് നമുക്ക് എന്താ അത്ര വലിയ കുഴപ്പം, നടത്തിക്കോട്ടെ. പക്ഷെ ആ സെമിനാറിൽ വാങ്ക് വിളിച്ചപ്പോ, സെമിനാറിലല്ല പള്ളിയിൽ നിന്ന് വാങ്ക് മുഴങ്ങിയപ്പോ പ്രസംഗം നിർത്താറ് സാധാരണയാണ്. പ്രസംഗം നിർത്തല്ല ചെയ്തത്, മൂലയ്ക്ക് ചുരുട്ടി വെച്ചിരുന്ന നിസ്കാരപ്പായ എടുത്ത് അണികൾക്കൊക്കെ വിരിച്ചു കൊടുത്തു. നിസ്കരിച്ചോളാൻ പറഞ്ഞത് CPM. ക്ഷേത്രം പൊളിച്ച് കപ്പ നടാൻ പറഞ്ഞ CPM. അന്ധവിശ്വാസമാണ് ആരാധന എന്ന് പറഞ്ഞ CPM. CITU-കാരന്റെ വെള്ളാട്ട് മുടക്കിച്ച CPM. ഗണപതി ഹോമങ്ങൾ പോലുള്ള ചടങ്ങുകൾ പാർട്ടി മെമ്പർമാർ വീടുകളിൽ നടത്തരുത് എന്ന് ആഹ്വാനം ചെയ്ത CPM. അവർ നടത്തിയ പാർട്ടി സെമിനാറിൽ നിസ്കാരപ്പായ വിരിച്ചു കൊടുത്തുകൊണ്ട് അണികളെ നിസ്കരിപ്പിച്ചു. അവിടെ കൊണ്ട് കഴിഞ്ഞില്ല, ഇനിയും വരുന്നു. ആനുകൂല്യങ്ങൾ ഒരുപാട് പ്രഖ്യാപിച്ചു, അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അവർക്ക് വേണ്ടി മുഖ്യധാര എന്ന പേരിലൊരു മാസിക CPM ഇറക്കുന്നു. ആർക്ക് വേണ്ടി? മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം. ഞാൻ പറയണതല്ല, പാർട്ടി പറയണതാണ്. മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു മാസിക മുഖ്യധാര എന്ന് പറഞ്ഞിട്ട് ഇറക്കണു. ഇവിടെ നമുക്ക് മാസികയൊന്നും വേണ്ട. CPM-ന്റെ മാസിക വേണ്ട. പക്ഷെ ഇവിടെ കൂടിയവരിൽ ആരെങ്കിലും സഖാക്കൾ ഉണ്ടെങ്കിൽ ഉണ്ടാകുമല്ലോ, ഉണ്ടാകാണ്ടിരിക്കാൻ വയ്യല്ലോ അല്ലെ? കാരണം ഇത്തിരി അകന്ന് നിന്നത് ഇങ്ങനെ കേട്ടാലല്ലേ നാളെ ഇങ്ങോട്ട് വരാനുള്ള മാർഗത്തിലാണല്ലോ. അതുകൊണ്ട് ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാകുന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അപ്പോ അവിടെ ഒന്ന് ചിന്തിക്കുക. നമ്മള് CPM-ന്റെ നേതൃത്വത്തില് ഒരുപാട് പ്രസിദ്ധീകരണങ്ങൾ ഇറങ്ങുന്നുണ്ട്. ദേശാഭിമാനി പത്രമാകാം, വാരികയാകാം, ചിന്തയാകാം, അങ്ങനെ 100 കണക്കിനുണ്ട് അവരുടെ പേരില്. മാസികകളായിട്ടും വാരികകളായിട്ടും ബുക്ക്ലെറ്റുകളായിട്ടും പലതും ഇറങ്ങുന്നുണ്ട്. അത് മാത്രമല്ല, അവരുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ SFI, അവരാണ് കേരളത്തിലെ ഒട്ടുമിക്ക കോളേജുകളും ഭരിക്കുന്നത്. ആ കോളേജുകളിലൊക്കെ തന്നെ കോളേജ് മാഗസിൻ ഇറക്കുന്നുണ്ട്, കുട്ടികളുടെ രചന ചേർത്തിട്ട്. കുട്ടികളുടെ രചന അച്ചടി മഷി വളരുന്നതാണ് കോളേജ് മാഗസിനുകൾ. കഴിഞ്ഞ 20 കൊല്ലമായിട്ട് SFI ഭരിക്കുന്ന കോളേജുകളിൽ ഇറങ്ങിയിട്ടുള്ള കോളേജ് മാഗസിനുകൾ സഖാക്കളെ നിങ്ങൾ സംഘടിപ്പിക്കുക. കഴിഞ്ഞൊരു 10 കൊല്ലത്തെങ്കിലും, ഇങ്ങനെ 20 കൊല്ലത്തെ കിട്ടില്ല, അതുകൊണ്ടാണ് ഒരു 10 കൊല്ലത്തെങ്കിലും ഏതാനും ചില ദേശാഭിമാനിയോ ചിന്തയോ അതുപോലുള്ള സംഗതികളൊക്കെ ഒന്ന് സംഘടിപ്പിക്കുക. നിങ്ങളൊന്ന് നിവർത്തിയിടുക. ഹിന്ദുവിന് മാസിക വേണ്ട, ഹിന്ദുവിന് വേണ്ടി നിങ്ങൾ ലേഖനം എഴുതണ്ട, ഹിന്ദുവിന് വേണ്ടി നിങ്ങൾ ഒരു വരി പോലും എഴുതണ്ട. അതൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ നിങ്ങളുടെ ഈ 20 വർഷം പഴക്കമുള്ള അവിടെ തൊട്ട് ഇന്നലെ വരെ ഇറങ്ങിയ നിങ്ങളുടെ പത്രവും മാസികകളും കോളേജ് മാഗസിനുകളും ഒക്കെ വായിക്കുക. ഒരു 10% സ്ഥലത്തെങ്കിലും ഹിന്ദുവിനെ ചീത്ത വിളിക്കാതെ ഏതെങ്കിലും ഒരു പ്രസിദ്ധീകരണം നിങ്ങൾ ഇതുവരെ ഇറക്കിയിട്ടുണ്ടോ? ഹിന്ദു വിശ്വാസങ്ങളെ ലഭ്യം പറയാതെ,
ഹിന്ദു നേതാക്കളെ പുലഭ്യം പറയാതെ, ആചാരങ്ങളെ കുറ്റപ്പെടുത്താതെ, എന്തെങ്കിലുമൊക്കെ കിട്ടും. ഒന്നും കിട്ടിയില്ലെങ്കിൽ ഒഴിഞ്ഞിരിക്കണ മരം ഉണ്ടല്ലോ, ജഗദ്ഗുരു മാതാ അമൃതാനന്ദമയി ദേവി. ഒന്നും കിട്ടിയില്ലെങ്കിൽ പിള്ളേരെ കൊണ്ട് അമൃതാനന്ദമയി ദേവിയുടെ മണ്ടയ്ക്ക് പാഞ്ഞു കയറിപ്പിക്കും. വേറെ ഒന്നും കിട്ടിയില്ലെങ്കിൽ, കാരണം നല്ല സ്രോതസ്സാണല്ലോ. അതുകൊണ്ട് അമൃതാനന്ദമയി ദേവിയെങ്കിലും 10 ചീത്ത വിളിക്കാതെ, നിങ്ങൾ ഇന്ന് വരെ SFI ഭരിക്കുന്ന കോളേജിൽ ഒരു മാഗസിൻ ഇറങ്ങിയിട്ടുണ്ടോ? ഹിന്ദുവിനെതിരായ ഒരു വാർത്തയോ ലേഖനമോ കൊടുക്കാതെ നാളെ ഇന്ന് വരെ ഒരു ദേശാഭിമാനി പത്രം ഇറങ്ങിയിട്ടുണ്ടോ? ഒരു ദിവസത്തെ പത്രം കാണിച്ചു തന്നാൽ മതി. മോഹം കൊണ്ടാണ്. ഹിന്ദുവിനെതിരെ ഒരു വാർത്തയോ ലേഖനമോ ഇല്ലാത്ത ഒരു ദേശാഭിമാനി പത്രം സാമ്പിൾ ആക്കി തന്നാൽ ഞങ്ങൾ ഫോട്ടോ അത് ഫ്രെയിം ചെയ്തിട്ട് വീട്ടിൽ തൂക്കാം. തയ്യാറാ ഞങ്ങൾ? ആ പത്രത്തിന്റെ എല്ലാ പേജും ഞങ്ങൾ ഫ്രെയിം ചെയ്ത് വീട്ടിൽ തൂക്കാം. ഉണ്ടോ? ഹിന്ദുവിനെ ചീത്ത വിളിക്കാതെ, പുലഭ്യം പറയാതെ. എന്തേ മാസിക ഇറക്കാൻ നിങ്ങൾക്ക് പറ്റാത്തത്? നിങ്ങളാണ് മുസ്ലിമിന് വേണ്ടിയിട്ട് ഒരു മാസിക ഒന്നിച്ചാണ്. മുസ്ലിമിന് വേണ്ടി മുഖ്യധാര. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പത്രങ്ങൾ ഇറങ്ങുന്നത് ഇസ്ലാമിക സമൂഹത്തിന് വേണ്ടിയാണ്. പേരിപ്പോ ഇവിടെ നിന്ന് പറഞ്ഞാൽ കഴിയില്ല നമുക്ക്. ചന്ദ്രിക തൊട്ട് ഇങ്ങോട്ട് പൂട്ടും പൂട്ടില്ല എന്ന് പറയുന്ന തേജസ് വരെ, ചന്ദ്രിക മുതൽ തേജസ് വരെ ഇവിടെ എത്ര വർത്തമാന പത്രങ്ങൾ ഇസ്ലാമിക സമൂഹത്തിൻ്റെതായി ഇറങ്ങുന്നുണ്ട്? അവശതയുണ്ടോ ഇസ്ലാമിക സമൂഹത്തിന് ആ കാര്യത്തില്? പുറകിലാണോ അവര്? ഹിന്ദുവിന് വേണ്ടി എത്ര എണ്ണം ഇറങ്ങുന്നുണ്ട്? ഹൈന്ദവീയമായ അഡ്രസ് ഉള്ള എത്ര പത്രങ്ങൾ ഇവിടെ ഇറങ്ങുന്നുണ്ട്? എത്ര വാരികകൾ ഇവിടെ ഇറങ്ങുന്നുണ്ട്? നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? പിന്നോക്കാവസ്ഥ പഠിക്കുന്നവരല്ലേ നിങ്ങൾ? ഇവിടെ പ്രസിദ്ധീകരണങ്ങൾ കുറവ് ഇസ്ലാമിക സമൂഹത്തിനാണെങ്കിൽ നിങ്ങൾ ഇറക്കി കൊടുത്തോളൂ. ആണോ? ചന്ദ്രിക, മാധ്യമം, വർത്തമാനം, തേജസ്, സിറാജ്, എങ്ങനെ അങ്ങോട്ട് പോട്ടെ, പത്രങ്ങൾ തന്നെ. ഇവരുടെ ഒക്കെ തന്നെ വാരികകള്, ബാലമാസികകള്, മറ്റു പ്രസിദ്ധീകരണങ്ങള് ആയിരക്കണക്കിന് കേരളത്തിലെ അങ്ങാടികളിൽ തൂങ്ങിക്കിടക്കുമ്പോ പൈസയ്ക്ക് പോലും ബുദ്ധിമുട്ടാതെ ആ പ്രസിദ്ധീകരണങ്ങൾ അവർക്ക് ഇറക്കാൻ കഴിയുമ്പോ, എന്തേ സഖാക്കളെ, മുസ്ലിങ്ങൾക്ക് നിങ്ങളുടെ ഒരു മാസിക വേണോ? 100 കണക്കിന് ഇറക്കാൻ കഴിയുമ്പോൾ, വാർഡ് തോറും എഡിഷൻ തുടങ്ങാവുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോ നിങ്ങളുടെ പിന്തുണ വേണമായിരുന്നോ ഇസ്ലാമിക സമൂഹത്തിന്? അപ്പൊ ഇതാരെ സഹായിക്കാൻ, അല്ലെങ്കിൽ ആരെ പാട്ടിലാക്കാനായിരുന്നു ഇത്? ഇതിന്റെ അവസ്ഥ അതാണ്. ഹിന്ദു എവിടെ എത്തിയെന്ന് ചോദിക്കണം. ഇതിന്റെ അവസ്ഥ എങ്ങനെയാണെന്നറിയോ? ചില വിദ്വാന്മാരുണ്ടല്ലോ, പെണ്ണൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ കെട്ടിയ പെണ്ണിനെ പിന്നെ വേണ്ട, കെട്ടുന്നവരെ തേനേ പാലേ മുത്തേ എന്നൊക്കെ പറഞ്ഞ് നടക്കും. കെട്ടിക്കഴിഞ്ഞാൽ അത് പാട്ടിലായല്ലോ, അതിനെ അവിടെ ഇടും. അയലോക്കത്തെ സുന്ദരിക്ക് ചാന്തുപൊട്ടും ചങ്കേലസും വാങ്ങിച്ചു കൊടുക്കുന്ന വിഷയലംബടനായ യുവാവിന്റെ അവസ്ഥയിലായിരുന്നു CPM. കെട്ടിയ ഹിന്ദുവിനെ അവിടെ ഇട്ടിരിക്കുക, കെട്ടിയ ഒരു അരിക്കാക്കിയ ഹിന്ദുവിനെ അവിടെ ഇട്ടിരിക്കുകയാണ്. ഇത് ഞാൻ പറയുന്ന പോലെയൊക്കെ നിങ്ങൾ ചെയ്തോളണം. പക്ഷേ അയലക്കത്തെ സുന്ദരിക്ക് ചാന്തുപൊട്ടും ചങ്കേലസുമായിട്ട് നടക്കുകയാണ്. നിസ്കരിക്കാൻ ബായ വിരിച്ചു കൊടുക്കുന്നു, പാർട്ടി പാത്ത് അവർക്ക് വേണ്ടി മുഖപത്രം ഇറക്കി കൊടുക്കുന്നു. ഇന്നത്തെ മനോരമ പത്രത്തില് ഞരമ്പ് ത്രസിപ്പിക്കുന്ന ഒരു വാർത്തയുണ്ട്. CPM ക്രിസ്ത്യൻ പള്ളികൾ ഉണ്ടാക്കാൻ പോകുന്നത്രേ. ക്രിസ്ത്യാനികൾക്ക് വേണ്ടി പള്ളി ഉണ്ടാക്കാൻ പോകുന്നു. ഇതിപ്പോ ഒരു ആനന്ദ ലബ്ധിക്ക് ഇനി എന്തു വേണം? ചിന്തിക്കുക ഹിന്ദുക്കളെ, നമുക്കിനി ആ പാർട്ടിയുമായിട്ട് എന്താ ബന്ധം? ഇനി എന്തിനാ കൊടി പിടിക്കണത്? ക്ഷേത്രം പൊളിച്ച് കപ്പ നടണമെന്ന് ഇന്നലെകളിൽ പറഞ്ഞവർ ഇന്ന് അഥവാ ക്ഷേത്രം ഭരിക്കുന്നുണ്ടെങ്കിൽ അത് സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രമാക്കി ഉപയോഗിക്കുന്നവർ അത് തന്നെയാണ്. കണ്ണൂര് നിസ്കാരപ്പായ വിരിച്ചു കൊടുത്തു പാർട്ടി സമ്മേളനത്തില്. അത് മുസ്ലിമിന് വേണ്ടി സംഘടിപ്പിച്ച സെമിനാറായിരുന്നു. അവിടെ നിസ്കാരപ്പായ വിരിച്ചു കൊടുത്ത CPM ഹിന്ദുവിനോടുള്ള നയം എന്താണെന്നറിയാമോ? എറണാകുളം ജില്ലയിലെ പ്രശസ്തമായ ഒരു ദേവീക്ഷേത്രം CPM ഭരിക്കുന്നുണ്ട്. അത് കുറ്റം പറയാൻ പറ്റില്ല, കാരണം അവർക്ക് ദൈവത്തിൽ അശേഷം വിശ്വാസം ഇല്ലെങ്കിലും ഭണ്ണാരത്തി ഭയങ്കര വിശ്വാസം. ഭണ്ണാരത്തി ഭയങ്കര വിശ്വാസമായതുകൊണ്ട് യാതൊരു കുഴപ്പവും ക്ഷേത്രം ഭരിക്കണേന്നില്ല. അപ്പോ എറണാകുളത്ത് പ്രശസ്തമായ ഒരു ദേവീക്ഷേത്രം CPM ഭരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അതിന്റെ സമീപ പ്രദേശത്ത് ഹിന്ദു ഐക്യവേദി ഒരു പരിപാടി വെച്ചിരുന്നു. ആ പരിപാടിയില് ആ ക്ഷേത്രത്തിലെ ഭക്തജനങ്ങളുടെ പ്രതിനിധികൾ വന്നിട്ട് ഹിന്ദു ഐക്യവേദിക്ക് ഒരു മെമ്മോറാണ്ടം സമർപ്പിച്ചു. അടിയന്തരമായി ഹിന്ദു ഐക്യവേദി ചെറിയ പ്രക്ഷോഭം ഏറ്റെടുക്കണം എന്നാവശ്യപ്പെട്ട് അവരുടെ വിഷമങ്ങൾ അവർ മെമ്മോറാണ്ടമായി വേദിയിൽ കൊണ്ടുവന്ന് ഹിന്ദു ഐക്യവേദി ഭാരവാഹികളെ ഏൽപ്പിച്ചു. സംഗതി എന്താണെന്നറിയാമോ? ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് പട്ട് സമർപ്പിക്കലാണ്. CPM ഭരിക്കുന്ന ഈ ദേവീ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് പട്ട് സമർപ്പിക്കുന്നതാണ്. അങ്ങനെ സമർപ്പിക്കുന്ന പട്ട് നല്ലൊരു ലോഡ് വരും.
ഈ ലോഡ് എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് അറിയാമോ? പാർട്ടിക്ക് കൊടിയുണ്ടാക്കാൻ. ദേവീക്ഷേത്രത്തിൽ ചാർത്തുന്ന പട്ടെടുത്ത് പാർട്ടിക്ക് കൊടിയുണ്ടാക്കുകയും കണ്ണൂർ ജില്ലയിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി നിസ്കാരപ്പായ വിരിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ സംശയിക്കുന്നു ഞങ്ങൾ, നാളെ ഇതേ ദേവീക്ഷേത്രത്തിലെ പട്ട് കൊണ്ടുവന്ന് വിരിച്ചു കൊടുക്കുമോ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്? ഇതേ ദേവീക്ഷേത്രങ്ങളിൽ നിന്ന് സംഘടിപ്പിക്കുന്ന പട്ട് ലോഡ് കണക്കിന് വരുമോ ഇവിടേക്കൊക്കെ? ഇതടക്കമുള്ള ക്ഷേത്രങ്ങൾ ഭരിക്കുന്ന പണമെടുത്തിട്ടായിരിക്കുമോ നാളെ നിങ്ങൾ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി കെട്ടിക്കൊടുക്കാൻ പോകുന്ന പള്ളി പണിയുന്നത്? അറിയണം ഞങ്ങൾക്ക്. അതറിയാൻ മറ്റാരേക്കാൾ അവകാശം എടുത്ത ഹൈന്ദവ സമാജത്തിനാണ്. നിങ്ങളുടെ പുറകെ ഒരുപാട് നടന്നതാണ്. നിങ്ങൾ വിളിച്ചു തന്ന മുദ്രാവാക്യം അർത്ഥമറിയാതെ ഏറ്റു വിളിച്ചവരാണ്. നിങ്ങളുടെ സമരങ്ങൾക്കൊക്കെ ആളെ കൊണ്ടുവന്ന് നിറച്ചവരാണ്. നിങ്ങൾ സമര പരമ്പരയിൽ ഉറച്ചു നിന്നത് ഹിന്ദുവിന്റെ വേർപ്പുള്ളത് കൊണ്ടാണ്, ഹിന്ദുവിന്റെ രക്തമുള്ളത് കൊണ്ടാണ്. എന്നാമെങ്കിൽ എണ്ണിക്കോ എന്ന് നിങ്ങൾ പലരെയും നോക്കി പറഞ്ഞത് പുറകിൽ ഹിന്ദു സമൂഹം ഉള്ളത് കൊണ്ടാണ്. ആ നിങ്ങള് തെരഞ്ഞെടുപ്പിന് 10 വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ക്രിസ്ത്യാനിക്ക് പള്ളി പണിയാൻ പോകുന്നു. ആദ്യത്തെ പള്ളി ഇരിട്ടിയിൽ ഉണ്ടാകും. എല്ലാറ്റിന്റെയും കേന്ദ്രം കണ്ണൂരാണ്. നിസ്കാരപ്പായ വിരിച്ചു കൊടുത്തതും കണ്ണൂര്. ആദ്യത്തെ ക്രിസ്ത്യൻ പള്ളി CPM-ന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കാൻ പോകുന്നതും കണ്ണൂര്. ഈ കണ്ണൂരാണ് നാറാത്ത് പോപ്പുലർ ഫ്രണ്ടുകാരന്റെ വക ആയുധ പരിശീലനം. ഇന്ത്യൻ സേനയ്ക്കെതിരെ ഏറ്റുമുട്ടാനും ഈ രാജ്യത്തെ തന്നെ ഒറ്റുകൊടുക്കാനും പറ്റുന്ന തീവ്രവാദികൾ വളരുന്ന കേന്ദ്രം. മുസ്ലിം ലീഗുകാരൻ ബോംബുണ്ടാക്കിയിട്ട് എന്തിനാ വല്ലോരെയും പറയണത്? മുസ്ലിം ലീഗുകാരൻ ബോംബുണ്ടാക്കിയിട്ടാണ് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് പാനൂരിനടുത്ത് പൊട്ടി കൈപ്പത്തി പോയത്. മുസ്ലിം ലീഗ് ചെറുപ്പക്കാരുടെ. ഈ കണ്ണൂരാണ് CPM ഈ കളി കളിക്കണത്. കഴിഞ്ഞ 4 പതിറ്റാണ്ടായിട്ട് കണ്ണൂരെ ഹിന്ദുക്കളെ CPM കുടിപ്പിച്ച കണ്ണീരിന് കണക്കുണ്ടോ? എന്തായിരുന്നു ഇവിടുത്തെ ഹിന്ദു ചെയ്ത തെറ്റ്? ഇടയ്ക്കെങ്കിലും ഒരു കാവിക്കൊടിയെ താല്പര്യത്തോടെ നോക്കി. ഹിന്ദുക്കൾ തിങ്ങി നിറഞ്ഞ കണ്ണൂരില് CPM-ന് എതിരില്ലാത്ത പഞ്ചായത്തുകൾ സൃഷ്ടിച്ചു കൊടുത്ത കണ്ണൂര്, മലപ്പട്ടമടക്കം ചരിത്ര പ്രസിദ്ധമായ മലപ്പട്ടമടക്കമുള്ള CPM-ന് എതിരില്ലാത്ത പഞ്ചായത്തുകൾ. ആരുടെ വേർപ്പ്? ഹിന്ദുവിന്റെ വേർപ്പ്. അവിടേക്ക് ഹിന്ദുവാണ് ഭൂരിപക്ഷം. അതുകൊണ്ടാ CPM-ന് എതിരില്ലാതെ നടക്കാൻ പറ്റിയത്. ആ കണ്ണൂരിന്റെ മണ്ണില് ഒരു കാവിക്കൊടി ഉയർത്തിയാൽ അതിന്റെ പേരിൽ ശവങ്ങൾ എയ്ത് വീഴ്ത്താൻ, അരിഞ്ഞ് തള്ളാൻ മടിയില്ലാത്തവര്, ആ മുഴുവൻ വിധവകളുടെയും, നിങ്ങൾ അരിഞ്ഞു തള്ളിയ വിധവകളുടെ, നിങ്ങൾ അംഗവിഹീനമാക്കി മാറ്റി ചെറുപ്പക്കാരുടെ, അവരുടെയൊക്കെ മുന്നിൽ നിന്നുകൊണ്ട് നിങ്ങൾ നിസ്കാരപ്പായ വിരിച്ചു കൊടുക്കുമ്പോ, അവരുടെയൊക്കെ മുന്നിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഇരിട്ടിയിൽ പള്ളി പണിയുമ്പോ നോവില്ലേ ഇവിടുത്തെ ഹൈന്ദവ സമാജത്തിന്? നിങ്ങളുടെ പുറകെ നടന്നതിന്, നിങ്ങളെ വിശ്വസിച്ചതിന് ഹൈന്ദവ സമാജത്തിന് കിട്ടിയ പിന്തുണയാണ്. ഹിന്ദുക്കൾക്കെതിരെ ഏതറ്റം വരെയും പോകാൻ പാർട്ടി സജ്ജമാണ്. ഡൽഹിയില് നിരാശാകാമുകന്മാരെയൊക്കെ കൂടെ വിളിച്ചു കൂട്ടിയില്ലേ? മുള്ളമുരുടെ മൂർക്കം പാമ്പ, കല്ലുകാരുടെ കാഞ്ഞിര കുറ്റി ഒക്കെ കൂടി 10-14 എണ്ണങ്ങളെ വിളിച്ചു കൂട്ടി. എന്താ? വർഗീയതയെ തടയണമെന്നാണ്. വർഗീയതയെ നമുക്ക് തടയണം. അതിന് വരുന്നുണ്ട്. പണ്ടൊരു ഗുരുസ്വാമി പറഞ്ഞില്ലേ, ശബരിമലയ്ക്ക് പോണ സമയത്ത് ഒരു പുലിയുടെ ശബ്ദം കേട്ടപ്പോ എല്ലാരും ഒന്ന് വരണ്ടപ്പോ പറഞ്ഞത്ര ആരും പേടിക്കണ്ട, പേടിക്കണ്ട, പേടിയുള്ളവരൊക്കെ എന്റെ 4 പുറമൊന്ന് ഉറക്ക ശരണം വിളിച്ചോളുന്നു. അതുപോലെ CPM പറഞ്ഞ ആരും പേടിക്കണ്ട, മോഡിയെ കണ്ടിട്ട് ആരും പേടിക്കണ്ട, ഞങ്ങളുണ്ട് തടുക്കാം, നോക്ക കൂടി ഒന്ന് 4 പുറം നിന്നാ മതി എന്നാണ്. അങ്ങനെ 4 പുറം മുള്ളുമുരട് മൂർക്കം പാമ്പ് കല്ല് കരട് കാഞ്ഞിരക്കുറ്റി ഒക്കെ കൂടെ കെട്ടിപ്പിടിച്ചു വരുന്നത് എന്തിനു വേണ്ടി? വർഗീയതയെ തടയാൻ, വർഗീയതയെ മാറ്റി നിർത്താൻ. കഴിഞ്ഞ CPM-ന് മുസ്ലിം ലീഗിനെ മാറ്റി നിർത്താൻ കേരളത്തിൽ നിന്ന്, ഭാരതത്തിൽ നിന്ന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു CPM-ന് എപ്പോഴെങ്കിലും നിങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട്? അപ്പോ മുസ്ലിം ലീഗുകാരനാണെങ്കിലും NDF-കാരനാണെങ്കിലും അൽഖ്വയ്ദക്കാരനാണെങ്കിലും മറ്റേ ലഷ്കർ-e തോയ്ബക്കാരനാണെങ്കിലും അവൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, CPM ഏറ്റുപറയുന്ന ഒരു ചോദ്യമുണ്ട്, കോൺഗ്രസ്സുകാരൻ തബല വായിച്ചു കൊടുക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതിന് ഹിന്ദു വർഗീയവാദം ഇതൊന്നും അല്ലല്ലോ. ഇവിടുത്തെ മുസ്ലിങ്ങളോ അല്ലെങ്കിൽ ഇവിടെ ഭീകരവാദികളില്ല. ഉള്ള ഭീകരവാദം മുഴുവൻ ഹിന്ദുവിന്റെ, ഉള്ള ഭീകരവാദം മുഴുവൻ ഹിന്ദുവിന്റെ. പാറ്റ്നയിൽ സ്ഫോടനം നടന്നു. മോഡിയുടെ റാലിക്ക് മുൻപായിക്കൊണ്ട്, ഹുങ്കാർ റാലിക്ക് മുന്നായിക്കൊണ്ട് സ്ഫോടനം നടന്നു. ആളുകളെ കയ്യോടെ പിടിച്ചു. CPM-ന് സമാധാനമായിട്ടില്ല കേട്ടോ, അത് വേറെ കാര്യം. ആളുകളെ കയ്യോടെ പിടിച്ചു. പിടിച്ചോര് പറഞ്ഞ കാര്യമുണ്ട്, ഞങ്ങൾ പ്രതികാരം വീട്ടിയതാണ്.
മുസാഫർ നഗർ ലഹളയ്ക്ക് പ്രതികാരം വീട്ടിയതാണ് ബീഹാറിൽ. ഉത്തർപ്രദേശിൽ നടന്ന മുസാഫർ നഗർ ലഹളയ്ക്ക് പ്രതികാരം വീട്ടിയതാ. കാരണം ഉണ്ടായി, ഹിന്ദുവിന്റെ നേരെ പാഞ്ഞു കയറിയ കാരണമുണ്ട്. മുസാഫർ നഗർ ഒരു മാസമായിട്ടേ ഉള്ളൂ, അതിന് പ്രതികാരം അപ്പളക്കപ്പള ബീഹാറിൽ വീട്ടി. അപ്പൊ നമ്മൾ ചോദിക്കുക, അപ്പൊ മുംബൈ ഭീകരാക്രമണം എന്തിനായിരുന്നു? അയ്യോ, മുംബൈ ഭീകരാക്രമണം ഗുജറാത്തിനുള്ള പ്രതികാരം. 2002 ഗുജറാത്തിൽ നടന്നതിനുള്ള പ്രതികാരമാണ് മുംബൈ ഭീകരാക്രമണം. അപ്പൊ നമ്മൾ ഒന്നും കൂടി പുറകോട്ട് ചോദിച്ചാലോ? നമുക്ക് ഒരുപാട് പുറകോട്ട് പോരാമല്ലോ. മലപ്പുറം ജില്ലക്കാർക്ക് നല്ലപോലെ അറിയാം. 1921 ഹാലിളകിയത് എന്തിനായിരുന്നു? ഉത്തരവില്ല. കാരണം അതിന്റെ പുറകിലൊന്നും കാണിക്കാനില്ല. പാവപ്പെട്ട ഹിന്ദു ഒന്നും ചെയ്തിട്ടില്ല. ഇതൊക്കെ വാദത്തിന് വേണ്ടിയെങ്കിലും പറയുന്നു. അങ്ങ് നൈറോബിയില് കുന്നുകണക്കിന് ശവങ്ങളെ വെട്ടിയിട്ടത് ബാബരി മസ്ജിദിന്റെ പ്രതികാരമായിരുന്നു. ശ്രീരാമൻ ജനിച്ചെടുത്ത് പള്ളി കെട്ടാത്തോണ്ടാണോ നൈറോബിയില് നൂറുകണക്കിന് എണ്ണത്തെ കൊന്നിട്ടത്? പാകിസ്ഥാന്റെ ക്രിസ്ത്യൻ പള്ളിയിൽ കയറിയിട്ട് മുന്നും പിന്നും നോക്കാതെ കൊന്നു തള്ളിയത് ശ്രീരാമൻ ജനിച്ച തർക്ക മന്ദിരത്തില് പള്ളി കെട്ടാൻ പറ്റാത്തതുകൊണ്ടായിരുന്നു? ചിന്തിക്കുക. പാകിസ്ഥാനിലടക്കം സുന്നികളും മുജാഹിദ് ഷിയാകളും തമ്മില് ഗോളടിച്ച് ആഴ്ച തോറും ശവങ്ങൾ പെറുക്കിയെടുക്കണത് അയോധ്യയില് ശ്രീരാമൻ ജനിച്ച സ്ഥലത്ത് തർക്ക മന്ദിരത്ത് നിന്നിരുന്ന സ്ഥലത്ത് പള്ളി കെട്ടാഞ്ഞിട്ടായിരുന്നു. അപ്പോ സംഗതി അറിയാം. ഇതൊന്നുമല്ല, ഓരോ കാരണം പറയാണ്. ഹിന്ദുവിന് മാത്രം കാരണം പറയാൻ പാടില്ല. മാറാതെ 8 ശവങ്ങൾ ഹിന്ദു പെറുക്കിയെടുത്തു. പക്ഷെ സഹിച്ചോണം, ചത്തത് ഹിന്ദു അല്ലേ? മുസാഫർ നഗറില് 2 കൂട്ടർ മരിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അവിടെ ലഹളയ്ക്ക് കാരണം എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം. നാളെ ഭാരതത്തെ മുഴുവൻ ബാധിക്കാൻ പോകുന്ന ഒരു വലിയ വിഷയം തന്നെയാണ് മുസാഫർ നഗറിലും തുടക്കം കുറിച്ചത്. കാരണം പണ്ടത്തെ മാതിരിയൊന്നല്ല 10ഉം 12ഉം മക്കളൊന്നും ഇല്ലെന്ന് ആർക്കും. 1ഉം 2ഉം ഉള്ളൂ. ആ 1ഉം 2നെയൊക്കെ എണ്ണം കൂട്ടാനെന്ന ഭാവത്തിൽ പ്രേമിച്ചോ വഞ്ചിച്ചോ തട്ടിക്കൊണ്ടുപോകുമ്പോ എപ്പോഴും രക്ഷിതാക്കൾ കരുതുമെന്ന്, ഇത് ഞങ്ങളുടെ വിധിയാണെന്ന് കരുതി ഇരിക്കുമെന്ന് ചിന്തിച്ചെങ്കിൽ തെറ്റി. പണ്ടാണെങ്കിൽ ഇരിക്കായിരുന്നു. 10 നേരം 1 പോയത്, പൊക്കോട്ടെ, ബാക്കി 9 ഉണ്ടല്ലോ. ഇന്ന് ആരുടെ മുഖത്ത് നോക്കും? ആകെ 1 വരെയല്ലേയുള്ളൂ. എണ്ണം കൂട്ടാൻ വേണ്ടിയുള്ള പല തന്ത്രങ്ങളും കളിക്കുമ്പോ അത് രക്ഷിതാക്കളുടെ മനസ്സിൽ കോരിയിടുന്ന തീയ് തിരിച്ചറിഞ്ഞില്ലെങ്കില്, അത് സമാജത്തിൽ ഉണ്ടാക്കുന്ന അപമാനം തിരിച്ചറിഞ്ഞില്ലെങ്കില് ഭാരതം നാളെ നേരിടാൻ പോകുന്ന ഒരു വലിയ വിപത്താണ്. അധികൃതർ കാണുന്നില്ല, ശ്രദ്ധിക്കേണ്ടവർ ശ്രദ്ധിക്കുന്നില്ല, തട വെക്കേണ്ടവർ വെക്കുന്നില്ല. ഈ മണ്ണിൽ ഇപ്പോഴും ഉണ്ട് തീണ്ടിക്കൂടായ്മയും തൊട്ടുകൂടായ്മയൊക്കെ. ഇപ്പോഴും ഉണ്ട് തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും. കണ്ടില്ലേ നമ്മള്? ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി, ഭാരതത്തിന്റെ ഭാവി ഈശ്വരാനുഗ്രഹമായ രൂപത്തിൽ തന്നെയാണ് വരുന്നതെങ്കിൽ നാളത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി, അങ്ങനെ ഒരു വ്യക്തി കേരളത്തിൽ വന്നപ്പോ നമ്മൾ തൊട്ടുകൂടായ്മ കാണിച്ചില്ലേ? തീണ്ടിക്കൂടായ്മ കാണിച്ചില്ലേ? ഇവിടുത്തെ ഭരണ പ്രതിപക്ഷ ഭേദമെന്നേ അദ്ദേഹത്തെ ഒഴിവാക്കി. മോഡിയോടൊപ്പം വേദി പങ്കിടില്ല. ഇടത് വലത് കക്ഷി നേതാക്കൾ ഒരുമിച്ച് പറഞ്ഞു, മോഡിയോടൊപ്പം വേദി പങ്കിടാൻ ഞങ്ങളില്ല. ഇത് കേട്ടപ്പോ ഞാൻ അതുവരെ എനിക്ക് ദൈവം ഉണ്ട് എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. ഉണ്ടാകാണ്ടിരിക്കില്ലല്ലോ എന്നൊക്കെയുള്ള വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഈ സംഭവം നടന്നപ്പോ മുതൽ എനിക്ക് ഉറപ്പായി ദൈവമുണ്ട്. ദൈവം സത്യത്തിന്റെയും നന്മയുടെയും ഭാഗത്ത് എന്നും ഉണ്ട്. അത് ഉറച്ച് വിശ്വസിക്കുന്നതായി ഈ നടപടി. എന്തുകൊണ്ട്? ദൈവം ഇല്ലായിരുന്നുവെങ്കിൽ മോഡിക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടുമോ? മദനിയുടെ കാല് കെട്ടിപ്പിടിച്ച ഇവിടുത്തെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ എങ്ങാൻ മോഡിയോടൊപ്പം വേദി പങ്കിട്ടിരുന്നെങ്കിൽ മോഡി ഏത് ഗംഗയെ കുളിച്ചാലാ ശുദ്ധനാവുക? ഏത് ഗംഗയില് എത്ര വട്ടം മുങ്ങിയാൽ അദ്ദേഹം ശുദ്ധനാവും? അപ്പൊ അദ്ദേഹത്തിന്റെ ഭാഗ്യം കൊണ്ട് അവരെ ഞങ്ങൾ ഒഴിഞ്ഞുപോയി. അദ്ദേഹത്തിന് ആ മഹാപാപം ചെയ്യേണ്ടി വന്നില്ല. മദനിയോടൊപ്പം വേദി പങ്കിട്ടവരെ, അല്ലെങ്കിൽ മദനിയുടെ കാലിൽ കെട്ടിപ്പിടിച്ചവരെ, മദനിയായ നമഃ ജപിക്കുന്നവരെ ഓടൊപ്പം വേദിയിൽ ഇരുന്ന് ഉരുകേണ്ട ദുരവസ്ഥ അദ്ദേഹത്തിന് ഉണ്ടായില്ല. ഉറപ്പായി ഈശ്വരനുണ്ട്. അല്ല എങ്കിൽ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടുമായിരുന്നില്ല. അപ്പൊ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഇന്നുകൊണ്ട് ഇവിടെ പരസ്യമായി മോഡിയോടൊപ്പം ഇരിക്കില്ല. രഹസ്യമായി കൊച്ചിയിലെ കൗൺസിലർമാര് കേറുന്നു വണ്ടി ഗുജറാത്തിലേക്ക്. ഗുജറാത്ത് ഒന്ന് കണ്ടു വന്നളയെന്നാണ്. നക്കി തുപ്പാൻ ഗതിയില്ല മുനിസിപ്പൽ കോർപ്പറേഷന്.
നഷ്ടത്തുനിന്ന് നഷ്ടത്തിലേക്ക്. എന്നാലും ഗുജറാത്ത് പോണ കാശ് നഷ്ടമല്ല എന്നാ പറയുന്നത്. ഗുജറാത്ത് പോണ കാശ് നഷ്ടമല്ല. ഞാൻ മുമ്പെന്ന് പറഞ്ഞ് കേറുക. ഗുജറാത്തിന്റെ വികസനം ഒന്ന് കണ്ടു വന്നാല് എന്തിനാ എന്റെ സഖാക്കളെ ഈ ഇരട്ടത്താപ്പ്? ഉള്ള സ്നേഹം അങ്ങ് തുറന്നു പറഞ്ഞുകൂടെ? കയ്യിലുള്ള 10 മുസ്ലിം വോട്ടോ ക്രിസ്ത്യൻ വോട്ടോ പോകൂ എന്ന ഭയമാണോ? ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും മോഡിയെ ഭയമൊന്നുമില്ല. അവര് മോഡിയിൽ യഥാർത്ഥ മതേതരത്വം കാണുന്നുണ്ട്. നിങ്ങൾ കാണിച്ചു കൊടുക്കുന്ന, നിങ്ങൾ കെട്ടിപ്പേറി കൊടുക്കുന്ന ചില ജാഥകൾക്കപ്പുറത്ത് അവരുടെ മനസ്സിൽ മോഡിയെ പറ്റി സംശയമൊന്നുമില്ല, ഹൈന്ദവ സംഘടനകളെ പറ്റിയുമില്ല. അപ്പൊ നിങ്ങൾ ഇങ്ങനെ കുത്തിച്ചെലുത്തി കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പൊ ആ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും അടക്കം ഇന്നും ഇവിടെയുണ്ട്. പോരാ, വിവേകാനന്ദ സ്വാമി കണ്ട ഭ്രാന്താലയം പൂർണ്ണമായ അർത്ഥത്തിൽ നമ്മുടെ നാടാണ്, കേരളമാണ്. അന്ന് മതം മാറിയാൽ, സുന്നത്ത് നടത്തിയാൽ, മാമോദീസ മുങ്ങിയാൽ സർവയുദ്ധം പോയി തുല്യത വന്നു. അതിന്റെ ഇവിടുന്നത്തെ സ്ഥിതി. കഴിഞ്ഞ ജൂൺ മാസം 13-ാം തീയതി കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി മിസ്റ്റർ MK മുനീർ വിപ്ലവാത്മകമായ, സ്ഫോടനാത്മകമായ, എന്തൊക്കെ ആത്മകമെന്ന് എനിക്ക് പറയാറിയില്ല, അദ്ദേഹം ഒരു ഉത്തരവിറക്കി. കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും അത് കിട്ടി. എന്തായിരുന്നു എന്നറിയാമോ? ധീരമായിരുന്നു ആ നടപടി. നടപടി എന്താന്ന് പതുക്കെ ചിന്തിക്കാം. അതിനു മുൻപ് പതിറ്റാണ്ടുകളായി കേരളം കേൾക്കുന്ന ഒരു മുദ്രാവാക്യമുണ്ട്: കേരളം ഞങ്ങൾ കാശ്മീരാക്കും, കേരളം ഞങ്ങൾ കാശ്മീരാക്കും. ക്ഷുദ്രജീവികളെ വിളിച്ചിരുന്നു. 4, 3, 7 NDF-കാരൻ, പോപ്പുലർ ഫ്രണ്ടുകാരൻ, ഒക്കെ ഒന്ന് തന്നെയാണ്. പേരിങ്ങനെ ഒരു പടി ഉണ്ടെന്നുള്ളൂ. SDP ആകാം, പോപ്പുലർ ഫ്രണ്ട് ആകാം, NDF ആകാം, PDP ആകാം, അൽക്വയ്രി ആകാം, എന്ത് മാങ്ങാ തൊലി ആയാലും കൊള്ളാം. ആ 4, 3, 7 എണ്ണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് വിളിച്ചിരുന്നു: കേരളം ഞങ്ങൾ കാശ്മീരാക്കും, കേരളം ഞങ്ങൾ കാശ്മീരാക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടന്നിരുന്നു. പാവം കഴുത കാമം കരഞ്ഞു തീർക്കണമാതിരി ഒരു വട്ടവും ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നടന്നോട്ടെ വെച്ചിട്ട് നമ്മൾ അതിനെ ഈ ചെവി കൂടി കെട്ടി ഈ ചെവി കൂടി വിട്ടു. പക്ഷെ ഇന്ന് ഭയക്കുന്നു, നമ്മൾ ഇന്ന് അക്ഷരാർത്ഥത്തിൽ ഭയക്കുന്നു. കേരളം കാശ്മീരാകുമോ? കേരളം കാശ്മീരാക്കുമെങ്കിൽ അത് NDF അല്ല, അത് SDP അല്ല, അത് പോപ്പുലർ ഫ്രണ്ട് അല്ല, അത് അൽക്വയ്ദ അല്ല, അത് ലഷ്കർ ഇ തോയ്ബ അല്ല, അത് ഇന്ത്യൻ മുജാഹിദീൻ അല്ല. അത് ചെയ്യാൻ പോകുന്നത് ഭരണത്തിന്റെ അകത്തളങ്ങളിൽ ഭീകരത ഒളിപ്പിച്ച് കയറിക്കൂടിയ മുസ്ലിം ലീഗും, മുസ്ലിം ലീഗിന് അതിനു വേണ്ട ഒത്താശ ചെയ്തു കൊടുത്ത ഇവിടുത്തെ ഭരണ പ്രതിപക്ഷ കക്ഷികൾ ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് കേരളത്തെ കാശ്മീരാക്കാൻ പോകുന്നത്. പുറത്തു നിൽക്കുന്ന SDP-കാരന് സാധ്യത കുറവാണ്. അവന് വേണമെങ്കിൽ രക്തം ഒഴുക്കാം, നാട്ടിലെ കലാപം ഉണ്ടാക്കാം. പക്ഷെ അവന്റെ കയ്യിൽ ഭരണമില്ല. PDP-കാരനോ പോപ്പുലർ ഫ്രണ്ടുകാരനോ ഈ പറഞ്ഞ എല്ലാ ക്ഷുദ്രജീവിയും പുറത്തു നിന്ന് കുത്താനേ പറ്റുള്ളൂ. പക്ഷെ ഭരണം കയ്യിലുള്ളവരെ നമ്മൾ കൂടുതൽ ഭയക്കുന്നു. അവരാണ് കേരളം കാശ്മീരാക്കാൻ പോകുന്നത്. എങ്ങനെ? അതാണ് നേരത്തെ പറഞ്ഞ ഉത്തരവ്. എന്താ കാശ്മീരിന്റെ പ്രത്യേകത? ഇന്ത്യൻ പാർലമെന്റിന് നിയമം പാസാക്കിയാൽ അത് കാശ്മീരിൽ നടപ്പിലാകണമെങ്കിൽ കാശ്മീർ അസംബ്ലി അംഗീകരിക്കണം. അല്ല എങ്കിൽ കാശ്മീരിൽ ആ നിയമം നടപ്പിലാകില്ല. ഇന്ത്യയിലെ മറ്റ് 28 സംസ്ഥാനങ്ങളിൽ നടന്നാലും കാശ്മീരിൽ ആ നിയമം നടപ്പിലാകണമെങ്കിൽ കാശ്മീർ അസംബ്ലി അംഗീകരിക്കണം. അതാണ് 370-ാം വകുപ്പ്. കാശ്മീർ അംഗീകരിച്ചില്ലെങ്കിൽ ആ നിയമം അവിടെ ബാധകമാവില്ല. അപ്പൊ കാശ്മീരിന് ഒരു പ്രത്യേക പദവിയുണ്ട്. കേരളത്തിനുമുണ്ടോ ആ പദവി? ആ പദവി വാങ്ങുക എന്നതാണോ മുസ്ലിം ലീഗിന്റെ ഉദ്ദേശം? ആ പദവിക്ക് അവരെ അർഹമാക്കി കൊടുക്കാനാണോ കോൺഗ്രസുകാർ മുസ്ലിം ലീഗിനെ താങ്ങി നിൽക്കുന്നത്? അറിഞ്ഞേ പറ്റുള്ളൂ. കാരണം ഇന്ത്യ മുഴുവൻ വിവാഹപ്രായം, കുറഞ്ഞ വിവാഹപ്രായം പെൺകുട്ടികളുടേത് 18 വയസ്സാണെന്നിരിക്കെ എങ്ങനെ നമ്മുടെ മന്ത്രിക്ക് കേരളത്തിലെ മുസ്ലിം പെൺകുട്ടികൾക്ക് 16 വയസ്സ് മതി എന്ന് ഉത്തരവിടാൻ പോകുന്നത്? അദ്ദേഹത്തിന്റെ ഉത്തരവാണ്. എന്നെ പോലെ വർഗീയവാദിയല്ല കേട്ടോ മുനീർ, എന്നെ പോലെ വർഗീയവാദിയല്ല. കറകളഞ്ഞ മതേതരൻ, കറകളഞ്ഞ മതേതരന്റെ മകൻ CH മുഹമ്മദ് കോയ. കേരളം ഇതുവരെ ഇങ്ങനൊരു മതേതരനെ കണ്ടിട്ടേ ഇല്ല എന്ന് പറയാം. അത്രയും കറകളഞ്ഞ മതേതരന്റെ മകൻ മുനീർ എന്നെ പോലെ വർഗീയവാദിയല്ല, നല്ല സ്വർഗീയവാദിയാ, നല്ല മൊഞ്ചുള്ള, നല്ല ഒന്നാന്തരം മതേതരവാദിയാണ്. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് ചെയ്തു. മതേതരത്വം പ്രതിഫലിപ്പിക്കുന്ന ഉത്തരവിട്ടു. കേരളത്തിൽ മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹപ്രായം 16 മതി. ഞെട്ടിപ്പോയില്ലേ നമ്മള്? മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹപ്രായം 16 മതി, അതായിരുന്നു ഉത്തരവ്. കേട്ട വഴിക്ക് നമ്മളൊക്കെ പരിഭ്രമിച്ചു. ദൈവമേ, ഈ പെൺകുട്ടികൾ പ്രായപൂർത്തിയാവുന്നത് മതം നോക്കിയിട്ടാ? എനിക്കറിയില്ല. മതഭേദം ഉണ്ടോ പ്രായപൂർത്തിയാവണേന്? ഞാനൊരു ടീച്ചറാണ്, അതുകൊണ്ട് എനിക്കറിയില്ല. അദ്ദേഹം ഒരു ഡോക്ടറാണ്, അദ്ദേഹത്തിന് അറിയുമായിരിക്കാം. പെൺകുട്ടികളെ, മുസ്ലിം പെൺകുട്ടി ഒരു പ്രായത്തിൽ പ്രായപൂർത്തിയാകും, ഹിന്ദു പെൺകുട്ടി വേറൊരു പ്രായത്തിലാകും, ക്രിസ്ത്യൻ പെൺകുട്ടി വേറൊരു അറിയില്ല.
എന്നേക്കാൾ വിവരമുള്ള MBBS ഡോക്ടറാണ് മുനീർ. അതുകൊണ്ട് അദ്ദേഹത്തിന് അറിയാം ഞാൻ ഡോക്ടറാണ്. പക്ഷെ എനിക്കറിയാവുന്നത് ജൈവശാസ്ത്രപരമായ കാര്യങ്ങളൊന്നും അറിയില്ല. നാട്ടിൽ നിന്ന് ഒപ്പിയെടുക്കുന്ന ചില അനുഭവങ്ങളേ ഉള്ളൂ. ആ അനുഭവം വെച്ച് ഞാൻ സമാധാനിച്ചു. എൻ്റെ വീട്ടിലെ നാടൻ മാവ് കായ്ക്കാൻ 15 കൊല്ലെടുത്തു. എൻ്റെ വീട്ടിലെ നാടൻ മാവ് കായ്ക്കാൻ 15 കൊല്ലെടുത്തു. പക്ഷേ സങ്കര ഇനം മാവ് 3-ാം കൊല്ലം കായ്ച്ചു. സങ്കര ഇനം മാവ് 3-ാം കൊല്ലം കായ്ച്ചു. ചിന്തിക്കുക. അറിയില്ല. ബാക്കി ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മുനീറുമായി ബന്ധപ്പെടുക. അദ്ദേഹം ആണല്ലോ പറഞ്ഞത് മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹപ്രായം 16. അപ്പൊ ഇനി ബാക്കി ഈ വിഷയത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ബോട്ടണി അധ്യാപകരെ തേടിപ്പോണ്ട. എന്തെങ്ങനെ സംഭവിക്കാൻ? നാടൻ മാവ് 15 കൊല്ലമായി കായ്ക്കുമ്പോൾ സങ്കരമാവ് 3 കൊല്ലം കൊണ്ട് കായ്ച്ചത് എന്താന്ന് ചോദിച്ച് ബോട്ടണി പ്രൊഫസർമാരെ തെരഞ്ഞു പോണ്ട. പോവുക മിസ്റ്റർ മുനീറിന്റെ അടുത്തേക്ക്. എന്തെങ്കിലുമൊക്കെ വ്യത്യാസം അദ്ദേഹം കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അല്ലാതെ നിങ്ങളുടെ ഉത്തരവ് വരില്ല. വന്നു. ഉത്തരവ് വിവാദമായപ്പോൾ മന്ത്രി തലയൂരി. ഇത് ഇനി നടക്കാൻ പോണ കല്യാണങ്ങൾക്കല്ല. ഇപ്പൊ പാവം കുറേ മുസ്ലിങ്ങൾ 16 വയസ്സിൽ കല്യാണം കഴിച്ചിട്ടുണ്ട്. അവർക്ക് ആ വിവാഹം ഒന്ന് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ചെയ്തു കൊടുക്കുന്ന ഒരു ഒത്താശയെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മിസ്റ്റർ മുനീർ, പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞയാഴ്ച 18 വയസ്സാകാത്ത 4 പെൺകുട്ടികളുടെ വിവാഹം തടഞ്ഞു. നിയമപരമായിട്ട് 4 അല്ല 10ഓളം വിവാഹങ്ങൾ പാലക്കാട് ജില്ലയിൽ തടഞ്ഞു. ഇതിന് 4 വിവാഹങ്ങൾ ഹിന്ദുക്കളുടേതായിരുന്നു. 18 വയസ്സാകാത്ത 4 പെൺകുട്ടികളുടെ വിവാഹം തടഞ്ഞത് ഹിന്ദുക്കളുടെ ആയിരുന്നു. അപ്പൊ ഹിന്ദുക്കളും നടത്തുന്നുണ്ട്. വേണ്ടത്ര വിദ്യാഭ്യാസവും വിവരവും ഇല്ലാത്ത പല ഹിന്ദുക്കളും 18 വയസ്സാകാതെ മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് രജിസ്റ്റർ ചെയ്യണ്ടേ? ഇതുവരെ നടന്ന വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്യാനായിരുന്നുവെങ്കിൽ എന്തിനേ ഹിന്ദുക്കളെ മാറ്റി നിർത്തിയത്? ഇതുവരെ നടന്ന 16 വയസ്സ് വരെയുള്ള എല്ലാ വിവാഹങ്ങൾക്കും നിയമസാധുത കൊടുക്കാമായിരുന്നില്ലേ? അതിന് 4 ഹിന്ദുവും പെട്ടാൽ എന്താ മുനീറിന്റെ മതം കപ്പിളി കയറി പോവോ? ഇതുവരെ നടന്നതിനായിരുന്നുവെങ്കിൽ എന്തിന് മതം പറഞ്ഞ് മാറ്റി നിർത്തി? എല്ലാവരെയും ഉൾക്കൊള്ളാമായിരുന്നില്ലേ? ഇതുവരെ നടന്നതിനാണോ? അല്ല. കൊടം തുറന്ന ഭൂതത്തെ പുറത്തു വിടുക തന്നെയായിരുന്നു ഉദ്ദേശത. ഇസ്ലാമിക മതപൗരോഹിത്യം പോകുന്നു. സംഘടനകൾ സുപ്രീം കോടതി പോണു. ഞങ്ങൾക്ക് പ്രത്യേക അവകാശമുണ്ട്. ഞങ്ങളുടെ പെൺകുട്ടികളെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോ കെട്ടിച്ചു കൊടുക്കാന്നുണ്ട്. ഞങ്ങളുടെ പെൺകുട്ടികളെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോ കെട്ടിച്ചു കൊടുക്കാൻ അതിനുള്ള അവകാശവും തേടിക്കൊണ്ട് സുപ്രീം കോടതി പോകുന്നു. ഇവിടെ ഭരണഘടനയ്ക്ക് മതത്തിന്റെ മുഖം വരാമോ? ചിന്തിക്കുക. ഈ ഉത്തരവ് വന്നപ്പോ വളരെ വിഷമം തോന്നി. മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹപ്രായം 16 എന്ന് പറഞ്ഞപ്പോൾ ദൈവമേ, കേരളത്തിൽ കേട്ട മതേതരത്വം, ഇവിടെ മതേതരത്വം കേട്ട പോലെ ഒന്നും കേട്ടിട്ടില്ല. ഈ മതേതരത്വത്തിന് വല്ല ദൈവത്തിന്റെ അർത്ഥം ഉണ്ടായിരുന്നെങ്കിലോ നമ്മൾക്കൊക്കെ എന്നേ മോക്ഷം കിട്ടിയിരുന്നു. കാരണം അത്രമാത്രം മതേതരത്വം 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 എന്ന് ഇവിടെ പറയുന്നുണ്ട്. ആ മതേതരത്വം കേട്ട മണ്ണിലാണ് മുസ്ലിമിനൊരു പ്രായം, ക്രിസ്ത്യാനിക്കൊരു പ്രായം. ഉള്ളു കത്തി. ശരിക്കും പറഞ്ഞാൽ ഉള്ളു കത്തി. ദേഷ്യമാണോ, കോപമാണോ, സങ്കടമാണോ ഉള്ളിൽ വന്നത് ആർക്കും അറിയില്ല. ഇതാണോ ഈ മണ്ണിന്റെ വികസനം? നമ്മൾ ചിന്തിച്ചു. പക്ഷെ ഇത് വിവേകാനന്ദ സ്വാമിയുടെ സാർദ്ധശതിയാണ്. കരയരുതെന്ന് നമ്മളോട് ആജ്ഞാപിച്ചതാ വിവേകാനന്ദ സ്വാമി. നമ്മുടെ എല്ലാ നേതാക്കളും ഹൈന്ദവ സംഘടനകൾക്ക് തന്നിരിക്കുന്ന നിർദ്ദേശം നിങ്ങൾ കരയരുത് എന്ന് തന്നെയാണ്. ആരാധ്യനായ പരമ്പൂജനീയ ഗുരുജിയുടെ വാക്കുകളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. കരയുന്നു എന്ന് വിചാരിച്ച് ഒരാടിനെയും ഇതുവരെ അറക്കാതിരുന്നിട്ടില്ല. കരയുന്നു എന്ന് വിചാരിച്ച് ഒരാടിനെയും ഇതുവരെ അറക്കാതിരുന്നിട്ടില്ല. ആദ്യം കരയണ ആടിനെ പിടിച്ച് ആദ്യം ഇറക്കും. ഗർജിക്കുന്ന സിംഹത്തെ ആരും അറക്കാറുമില്ല. ഗർജിക്കുന്ന സിംഹത്തെ ആരും അറക്കാറുമില്ല. കരയിലുണ്ടാന്ന് വിചാരിച്ച് ഒരാടിനെ അറക്കാണ്ട് ഇരുന്നിട്ടുമില്ല. അപ്പൊ കരയരുതെന്നാണ് ആരാധ്യരായ നേതാക്കൾ നമുക്ക് പകർന്നു തന്നിട്ടുള്ള സന്ദേശം. അതുകൊണ്ട് കരയാൻ പറ്റില്ലല്ലോ. ഉള്ളു കത്തുമ്പോഴും കരയാതിരിക്കാൻ നമ്മള് തമാശയിൽ അഭയം പ്രാപിച്ചു. മന്ത്രി മുനീറിന്റെ ഉത്തരവ് കണ്ടപ്പോ കരയാണ്ടിരിക്കാൻ വേണ്ടി ഉള്ളു തോന്നിയ ഒരു തമാശയുണ്ട്. അടുത്ത ഉത്തരവ് വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൾ റബ്ബ് ഇറക്കും. ഇത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി മുനീറല്ലേ ഇറക്കിയത്. അടുത്ത ഉത്തരവ് വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൾ റബ്ബ് ഇറക്കും. അതെന്താണെന്നറിയാമോ? 10ാം ക്ലാസ് വരെ പ്രസവിക്കുന്ന പെൺകുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടായിരിക്കും. 10ാം ക്ലാസ് വരെ പ്രസവിക്കുന്ന പെൺകുട്ടികൾക്ക് ഗ്രേസ് മാർക്ക്. ഇപ്പൊ ഈ സംസ്ഥാന യുവജനോത്സവത്തിനൊക്കെ പോയി A ഗ്രേഡ് വാങ്ങിയ ഗ്രേസ് മാർക്ക് ഉണ്ട്. അതുപോലെ 10ാം ചില്ലറ കാര്യമാണോ 10ന് മുമ്പ് പ്രസവിക്കുക എന്ന് പറഞ്ഞാല്. അപ്പൊ 10ാം ക്ലാസ്സിന് മുമ്പ് പ്രസവിച്ച് എണ്ണം കൂട്ടുന്ന പെൺകുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടായിരിക്കും. ആൺകുട്ടിയൊക്കെ നിവൃത്തിയില്ലല്ലോ. അതുകൊണ്ട് അത് വയ്യ, പെൺകുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് കൊടുക്കുമെന്ന് അബ്ദുൾ റബ്ബ് പറയുന്നത് വേദനയിൽ നിന്ന് തോന്നിയ തമാശയാണ്. പക്ഷെ സംഗതി സത്യ. അതൊക്കെ ഇവിടെ ഉണ്ടാവും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരു തീരുമാനം എടുക്കാൻ പോകുന്നു. ഡിഗ്രി ക്ലാസ്സിൽ കുട്ടികൾക്ക് മെറ്റേണിറ്റി ലീവ് അനുവദിക്കാം. ഡിഗ്രി ക്ലാസ്സിലെ പ്രായം ചിന്തിക്കുക. നമ്മള് +2 കഴിഞ്ഞാൽ നേരെ കയറുന്നത് ഡിഗ്രി ക്ലാസ്സിലേക്കാണ്.
+2 കഴിയുന്ന ഒരു കുട്ടിയുടെ പ്രായം ചിന്തിക്കുക. ഡിഗ്രിക്ക് പഠിക്കുന്ന പെൺകുട്ടികൾക്ക് മെറ്റേണിറ്റി ലീവ് കൊടുക്കുന്നതിനെ പറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചിന്തിക്കുന്നു. നമ്മൾ മുന്നോട്ടോ പിന്നോട്ടോ? നമ്മൾ എവിടെയാ കാളയെ കെട്ടിയിരിക്കുന്നത്? വണ്ടിയുടെ മുമ്പിലോ പിന്നിലോ? ഇതാണോ നമ്മൾ നേടിയ സ്ത്രീ ശാക്തീകരണം? ഇതാണോ സ്ത്രീ വിദ്യാഭ്യാസം? ഇതാണോ സ്ത്രീകൾ അധികാരത്തിലെത്തിയത്? പ്രസവിക്കാൻ വേണ്ടിയുള്ള യന്ത്രമോ? പ്രസവിക്കാൻ പറ്റുന്ന പ്രായം മുതൽക്ക് അങ്ങോട്ട് തുടങ്ങി പറ്റാത്ത കാലം വരെ ഈ പണി തന്നെ ചെയ്ത് ഇവിടെ കൂടിക്കോ എന്ന് ശപിക്കുകയാണ് സ്ത്രീകളോട്. സ്ത്രീകളുടെ അഭിപ്രായം ചോദിച്ചിട്ടാണ്. ഇതിനൊക്കെ വളമിട്ട് കൊടുത്തവരാര്? അവരാണ് ഒരു പിടി വോട്ടിന് വേണ്ടി ഇവരെയൊക്കെ ഇതുവരെ കാല് നക്കി വളർത്തിയെടുത്തവര്. അവിടുന്നാണ് മുനീറിന് ധൈര്യം വന്നത്. അവിടുന്നാണ് ഇസ്ലാമിക മതസംഘടനകൾക്ക് സുപ്രീം കോടതി പോകാനുള്ള ധൈര്യം ഉണ്ടായത്. ഞങ്ങൾ ഈ നാട്ടുകാരല്ല. ഇങ്ങനെയൊക്കെ ഒരു ഉത്തരവ് വരുന്നോണ്ട് നമുക്കെന്താ? അത് അവരെ ബാധിക്കണതല്ലേ? അല്ല, അത് അവരെ ബാധിക്കണതല്ല. മുസ്ലിം പെൺകുട്ടികളല്ലേ അഭിപ്രായം പറയേണ്ടത്? ഹിന്ദുക്കൾ എന്തിനായാലും കയറി അഭിപ്രായം പറയണത്? അവരെ മാത്രം ബാധിക്കുന്ന വിഷയമല്ലേ? അല്ല, നമ്മളെ ബാധിക്കുന്ന വിഷയമാണ്. മുസ്ലിം പെൺകുട്ടികളെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല. ഈ ഇരിക്കുന്നവരൊക്കെ ലവ് ജിഹാദ് പഠിച്ചിട്ടാണ് നിൽക്കുന്നത്. മക്കളെ എങ്ങാനും വല്ലവരും കൊണ്ടുപോവോ? മൊബൈൽ ഫോണിൽ കൂടിയോ മാടിയിട്ടോ ചിരിച്ചിട്ടോ കൊണ്ടുപോവോ? കോഴിക്കോട് മുഖത്താറല്ലോ, അതും അല്ലെങ്കിൽ സത്യസരണിയിലോ അല്ലെങ്കിൽ അതുപോലുള്ള കേന്ദ്രങ്ങളിലൊക്കെ എത്തുവോ? എന്റെ കുട്ടി പൊന്നാനിയിൽ എത്തുവോ എന്നൊക്കെ ഭയന്നായിരിക്കണത്. നേരെ ചൊവ്വ ഒരുത്തന്റെ കയ്യിൽ പിടിച്ചു കൊടുക്കണ്ടേ? അതിന് പ്രായം വരണവരെ കാത്താ പറ്റില്ല. പ്രായം വരണവരെ കാത്താ പറ്റില്ല. നേരത്തെ കാലത്തെ കെട്ടിച്ചു വിട്ടുള്ള എന്നത്തെ രക്ഷിതാക്കളുടെ ചിന്ത എങ്ങനെയാ പോണത്? മാത്രമല്ല, ചിലപ്പോ വീട്ടിൽ ചിലപ്പോ വളരെ പ്രായം ചെന്ന മുത്തശ്ശിനൊക്കെ ഉണ്ടെങ്കിൽ പറയും, അവളുടെ കഴുത്തിൽ ഒരു താലി വീണ് കണ്ടിട്ട് വേണം എനിക്ക് ഇവിടുന്ന് പോവാനെന്ന്. അപ്പൊ ഏതെങ്കിലും രക്ഷിതാവിന് തോന്നുക 18 വയസ്സൊന്നും ആവണ്ട, ഒന്ന് പിടിച്ച് കെട്ടിക്കൊടുത്തല്ല, ഇനി വല്ലവരും നാളെ കൊണ്ടോണ്ടല്ലോ എന്ന് തോന്നിയാൽ, നിങ്ങൾ കെട്ടിക്കൊടുക്കാൻ പുറപ്പെട്ടാൽ ഇസ്ലാമിക സംഘടന സുപ്രീം കോടതി പോയി ഓർഡർ വാങ്ങിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന വഴി എന്താണെന്നറിയാമോ? നിങ്ങൾ കെട്ടിയാ നിങ്ങൾ 1, 2, 3 അഴിയെന്നും 18 വയസ്സാവാത്ത കുട്ടിയെ കെട്ടിച്ചു വിട്ടേന്. അപ്പൊ നിങ്ങൾക്ക് കെട്ടിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ മുത്തശ്ശിക്കും മുത്തശ്ശനും മകളെ കെട്ടിക്കണ കാണണമെന്നുണ്ടോ? പരിഹാരം ഞാൻ പറഞ്ഞുതരാം. പൊന്നാനി പോയാൽ മതി. മുസ്ലിങ്ങൾക്ക് 16 വയസ്സിൽ കെട്ടിച്ചു കൊടുക്കാമെന്ന നിയമം ഇവിടെ ഇസ്ലാമിക സംഘടനകൾ സുപ്രീം കോടതി പോയി വാങ്ങി വന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ 16 വയസ്സിൽ കെട്ടിച്ചു കൊടുക്കണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ, പൊന്നാനി പോവുക. ലേശം ചിലതൊക്കെ നഷ്ടപ്പെടുന്നല്ലേ ഉള്ളൂ. എന്നാലും ജയില് 1, 2, 3, 4 എണ്ണണ്ടല്ലോ കഴി. ഇവിടെയാണിത് നമ്മളെയും ബാധിക്കുന്നതാന്ന് പറയണത്. ഏകീകൃത സിവിൽ നിയമം ഇല്ലാത്തോണ്ട് ഹിന്ദുവിനെന്താ? അല്ല കുഴപ്പമുണ്ടോ? മുസൽമാന് 4 ഘട്ടം. നമുക്കെന്ത് പോയി? നമുക്ക് വേദനയുണ്ട്, നമുക്ക് പ്രശ്നമുണ്ട്. എന്തുകൊണ്ടാ? എനിക്കറിയാവുന്നൊരു ചെറുപ്പക്കാരൻ പോയിട്ട് ഇസ്ലാമായി. ഒരു 10 കൊല്ലം മുമ്പാ. അവന് ഹിന്ദു മതം അറിയാൻ വയ്യ, ഇസ്ലാം മതം അറിയാൻ വയ്യ. അതാ സത്യം. അവൻ രണ്ടും പഠിച്ചിട്ടില്ല. രണ്ടും അവൻ അറിയാൻ വയ്യ. ഹിന്ദുവിനോടുള്ള വെറുപ്പ് കൊണ്ടുമല്ല, ഇസ്ലാമിനോടുള്ള പ്രേമം കൊണ്ടുമല്ല അവൻ പോയി ഇസ്ലാമായത്. സംഗതി എന്താ? അവന്റെ നിലവിലൊരു പെണ്ണുണ്ട്. അവൻ ഒരു പെണ്ണും കൂടെ കെട്ടണം. ഈ പെണ്ണിനെ വിവാഹമോചനം നടത്താതെ അവൻ ഹിന്ദുവായി നിന്നുകൊണ്ട് കെട്ടിയാൽ അവനെ പൂട്ടും, ഉറപ്പാ. ഇപ്പൊ അതാ മുകേഷ് വെള്ളം കുടിക്കുന്നില്ലേ? നമ്മള് സിനിമ നടന്ന ബുദ്ധിയില്ലേണ്ടാണെന്നാ ഞാൻ പറയാ. ബുദ്ധിയില്ലേണ്ടാണ്. പഴയ ഭാര്യ സരിത കേസ് കൊടുത്തോണ്ട് എന്നെ ഒഴിവാക്കാതെയാ മുകേഷ് കെട്ടിയത്. എന്നെ നിയമപരമായി ഒഴിവാക്കാതെയാണ് മുകേഷ് കെട്ടിയത്. ഈ മുകേഷ് ഇത്ര വിഡ്ഢിയായി പോയല്ലോ. പൊന്നാനി വരെ ഒന്ന് വന്നാ മതിയായിരുന്നു. ചില കൈക്കിടി ഒന്ന് ചെയ്താൽ മതിയായിരുന്നു. സരിതയല്ല, സരിതയുടെ അപ്പാപ്പ വിചാരിച്ചാലും മുകേഷിനെ പൂട്ടാൻ പറ്റില്ല. കാരണം മതം മാറി അവന് 4 വരെ കെട്ടാം, നിയമ തടസ്സമില്ല. അതുകൊണ്ട് ഹിന്ദു സ്ത്രീ എന്ന നിലയിൽ ഞങ്ങൾക്ക് ഭയമുണ്ട്. ഞങ്ങളുടെ ഭർത്താക്കന്മാർക്ക് എങ്ങനെ വേണ്ടാത്ത വല്ല മോഹം തോന്നിയാലോ, ഞങ്ങളെ ഇട്ടേച്ച് പോണോന്ന് തോന്നിയാലോ അവര് പോയി പൊന്നാനി പോയില്ലേ? അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടെ താലി സംരക്ഷിക്കാൻ വേണ്ടി ഏകീകൃത സിവിൽ കോഡ് നടന്നേ പറ്റുള്ളൂ ഞങ്ങൾക്ക്. കാരണം അല്ലെങ്കിൽ ഈ തരത്തിൽ ഇവിടുന്ന് അങ്ങോട്ട് എളുപ്പമല്ലേ? 4 കെട്ടണോ, ഒന്നുകൂടെ കെട്ടണമെന്ന് തോന്നി ഇവിടെ ഇട്ടിട്ട് അങ്ങോട്ട് പോയാൽ മതി. അപ്പൊ അത് ഹിന്ദു സ്ത്രീയുടെ പ്രശ്നമാണ്, അവളുടെ താലിയുടെ പ്രശ്നമാണ്, അവളുടെ നെറ്റിയിലെ സിന്ദൂരത്തിന്റെ പ്രശ്നമാണ്. അപ്പൊ ഇത് നമ്മളെ കൂടി ബാധിക്കുന്നതാണ്. ഒന്നുകിൽ ഇന്ത്യൻ ഭരണഘടനയിലെ മതേതരം എന്ന വാക്ക് വെട്ടിക്കളയുക, അല്ല എങ്കിൽ ആ വാക്കിന് എന്തെങ്കിലും അർത്ഥമുണ്ടെങ്കിൽ ഇവിടെ ഒരു ഏകീകൃത സിവിൽ കോഡിന് വേണ്ടി പരിശ്രമിക്കുക. ഇതിനു വേണ്ടി ജനാഭിപ്രായം വരേണ്ട സമയത്താണ് ഇവിടെ വിവാഹപ്രായവുമായി കോലാഹലം ഉണ്ടാക്കുന്നത്. വ്യക്തമായ ഉദ്ദേശമുണ്ട്. ഞങ്ങൾ ഈ നാട്ടുകാരല്ല, ഞങ്ങൾ ഇവിടുത്തെ സംസ്കാരത്തിലുള്ളവരല്ല, ഞങ്ങൾ സവിശേഷമായ അധികാരമുള്ളവരാണ് എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി. ഇവിടെ ഹിന്ദുവിനും മുസൽമാനും ക്രിസ്ത്യാനിക്കും ഒരു അവകാശമേ ഉള്ളൂ. ആരും സവിശേഷ ജന്മങ്ങളല്ല, ആരും
വെറും സവിശേഷ ജന്മങ്ങളല്ല, അത് ഈ സമാജത്തെ പഠിപ്പിക്കേണ്ട ബാധ്യത ഹൈന്ദവ സംഘടനകൾക്കുണ്ട്. ആർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇത് പഠിപ്പിച്ചേ മതിയാകുള്ളൂ. ഇത് സമാജത്തിന്റെ സന്ദേശമായി മാറ്റണം. ആരും ഇവിടെ പ്രിവിലേജസ് ഉള്ളവരല്ല. ഞങ്ങൾക്ക് അവകാശമുണ്ട്. എന്തവകാശം? ഇന്ത്യൻ ഭരണഘടന നൽകുന്നതിനപ്പുറം എന്തവകാശം? ഈ മണ്ണിൽ ഒരേപോലെ അനുഭവിക്കാനല്ലാതെ എന്തവകാശം? അത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരൻ, ഏതെങ്കിലും മതമൗലികവാദികളുടെ മനസ്സിൽ ഞങ്ങൾ പ്രത്യേകതയുള്ളവരാണെന്ന തോന്നൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയക്കാർ പറഞ്ഞു തിരുത്തിയില്ല എങ്കിൽ മനസ്സുകൾ തമ്മിൽ അകന്നാൽ രാഷ്ട്രം തമ്മിൽ അകന്നു, മുറിച്ചു മാറ്റി. ഇന്ത്യയും പാകിസ്ഥാനും എന്ന് ഭാരത മാതാവിനെ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടു. പക്ഷെ അതിനേക്കാൾ വലിയ ഭീഷണിയായിരിക്കും മനസ്സുകൾ തമ്മിൽ അകന്നാല് ഒരിക്കലും കൂട്ടിച്ചേർക്കാൻ കഴിയില്ല. ഒരു പാവപ്പെട്ട വിധവയ്ക്ക് വീട് വെച്ചു കൊടുക്കുമ്പോ പോലും മതം നോക്കണം. നിങ്ങളാണോ ശ്രീനാരായണ ഗുരുദേവനെ ഓർക്കുന്നത്? ഇനി മറ്റൊന്ന്, ഈ 8ാം ക്ലാസ്സിൽ എങ്ങനെയാണെന്ന് അറിയില്ല. അന്ന ദിവസം, ഇത് ഉച്ചയ്ക്കാണ് ഞാൻ കൊടുക്കണത്, അന്നത്തെ ദിവസം രാവിലെ ഞാൻ സോഷ്യൽ സ്റ്റഡീസ് പഠിപ്പിച്ചു 8ാം ക്ലാസ്സിൽ. ഞാൻ ഇതുവരെ 8ലെ സോഷ്യൽ സ്റ്റഡീസ് പഠിപ്പിച്ചിട്ടില്ല. ഇപ്പോഴും എനിക്കില്ല. ഒരു വർക്ക് അറേഞ്ച്മെന്റിന്റെ ഭാഗമായിട്ട് പോയത്. അതിന്റെ പാഠപുസ്തകം ശരിക്കും കണ്ടിട്ടില്ല. അന്നൊക്കെയുള്ളത് പ്രിപ്പയർ ചെയ്ത് ഞാൻ പോയി. ഞെട്ടിപ്പോയി. അത് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അന്ന് എനിക്ക് പഠിപ്പിക്കേണ്ടിയിരുന്ന മലബാർ കലാപമാണ്. മലബാർ കലാപം എന്തുകൊണ്ട് ഞാൻ ഞെട്ടി എന്നറിയണമെങ്കിൽ ഈ നിൽക്കുന്ന സദസ്സ് ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അപ്പുറമായി നിങ്ങളുടെ വീട്ടിലോ അയൽ വീട്ടിലോ ഉള്ള 8ാം ക്ലാസ്സിലെ സാമൂഹ്യ പാഠപുസ്തകം വാങ്ങിക്കൊണ്ടുവരിക. മലബാർ കലാപം എന്ന ഭാഗം വായിക്കുക. നിങ്ങൾ ഞെട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് ഏതെങ്കിലും രൂപത്തിൽ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾ ഞെട്ടുന്നുണ്ടോ? ബോധം കെടില്ല. കാരണം നമുക്ക് ബോധമില്ലാത്തതുകൊണ്ട് ബോധം കെടില്ലല്ലോ. അതുകൊണ്ട് അത് സംഭവിക്കില്ല. അത്യാവശ്യം ഒന്ന് ഞെട്ടിയതൊക്കെ ഉള്ളു. ബോധമുള്ളവനല്ലേ ബോധം കെടാൻ പറ്റുള്ളൂ. എന്താ അതിന് പഠിപ്പിക്കുന്നു? മലബാർ കലാപത്തിന് ഞാനും പഠിപ്പിക്കേണ്ടി വന്നു. എന്താ മലബാർ കലാപം? ഏറനാട്, വള്ളുവനാട് താലൂക്കുകളിലെ ക്രൂരന്മാരായ ജന്മിമാർ, അവിടുത്തെ മാപ്പിളമാരായ കുടിയാന്മാരെ പലപ്പോഴും പീഡിപ്പിച്ചിരുന്നു, ചൂഷണം ചെയ്തിരുന്നു. ആ ക്രൂരന്മാരായ ജന്മിമാർക്കെതിരെ അവിടുത്തെ മാപ്പിള കുടിയാന്മാർ നടത്തിയ കലാപമാണത്രേ മലബാർ കലാപം. സുപ്രീം കോടതി വരെ ചാകുന്നത് വരെ തൂക്കാനേ പറയുള്ളൂ. സുപ്രീം കോടതി വരെ മാക്സിമം വിധിക്കുക, ചാകുന്നത് വരെ തൂക്കണം. 1921 സർവവും നഷ്ടപ്പെട്ട ഒരു ജനതയെ, ജീവനും സ്വത്തും മാനവും വിശ്വാസവും എല്ലാം നഷ്ടപ്പെട്ടൊരു ജനതയെ അവരുടെ പേരക്കുട്ടികളെ കൊണ്ട് ഇന്ന് പഠിപ്പിച്ചു. അവർ ക്രൂരന്മാരായിരുന്നു, അവര് ബൂർഷ്വാസികളായിരുന്നു. അതുകൊണ്ട് മാപ്പിള കുടിയാന്മാർ അവരെ വെട്ടി നിരത്തിയതാണ്. ഇത് അവരുടെ പേരക്കുട്ടികളെ കൊണ്ട് പഠിപ്പിച്ചു. അവരുടെ അടുത്ത തലമുറ അത് ക്ലാസ്സിലിരുന്ന് പഠിച്ചു. ഞങ്ങളുടെ മുതുമുത്തച്ഛന്മാർ ജന്മിമാരായിരുന്നു, ബൂർഷ്വാസികളായിരുന്നു, പാവപ്പെട്ട മാപ്പിള കുടിയാന്മാരെ ബുദ്ധിമുട്ടിച്ചവരായിരുന്നു. ആണോ? അല്ലെന്ന് മറ്റാര് പറഞ്ഞാലെങ്കിൽ എനിക്ക് പറയാൻ കഴിയും. ഞാനൊക്കെ അനുഭവം കേട്ട് പഠിച്ചതാ ഓടിയവരുടെ അടുത്തുനിന്ന്. ലഹളക്കാര് വീട്ടിൽ കയറുമ്പോ കുഞ്ഞു മക്കളെ തപ്പിപ്പിടിച്ച് ഓടിയവരുടെ അനുഭവം രക്തത്തിലൂടെ പകർന്നു കിട്ടിയവരാ ഞങ്ങളൊക്കെ. പുസ്തകത്തുനിന്നല്ല, രക്തത്തിലൂടെ. ആ ഓടിയവരുടെ അനുഭവം രക്തത്തിലും ജീനിലും കയറിയിട്ട് അത് ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. അന്ന് ഓടിയവരുടെ വേദനകള്, അവരുടെ സങ്കടങ്ങള്, അത് ഞങ്ങൾ കേട്ടത് പാഠപുസ്തകത്തു നിന്നല്ല, നേതാക്കളുടെ പ്രസംഗത്തു നിന്നല്ല, ഞങ്ങളുടെ പാരമ്പര്യത്തിൽ നിന്നാണ്. അന്ന് എന്റെ രക്ഷിതാക്കളടക്കമുള്ള കുടുംബാംഗങ്ങള് ഒരു പിടി കതിര് കൊയ്യാനില്ലാത്തവരായിരുന്നു. അന്നും ഇന്നും എന്നും ഇല്ല. എന്നും ഒരു പിടി കതിര് കൊയ്യാനില്ല ജന്മിമാരായിരുന്നു. എന്റെ അച്ഛനൊക്കെ എനിക്ക് പറഞ്ഞു തന്നത് മാസത്തിന് 28 പട്ടിണി 2 ഏകാദശിയായിട്ട് കഴിഞ്ഞ നാളുകളാണ്. 28 പട്ടിണി 2 ഏകാദശിയും അവരായിരുന്നു ജന്മിമാര്. ഓണത്തിന് മാത്രം ഒരു ചോറുള്ള ഉരുട്ടി ഉണ്ണാൻ വിധി ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ പിറന്നാളിന് മാത്രം അടച്ചുറ്റി വെച്ചിരുന്ന അവരായിരുന്നു ജന്മിമാര്, അത്താഴ പട്ടിണിക്കാര്. അവരുടെ അടക്കം വീടുകളിൽ കയറിയെങ്കിൽ അത് രക്തത്തിലൂടെ ഏറ്റുവാങ്ങിയ ഞങ്ങളെ കൊണ്ട് പഠിപ്പിച്ചു. അവർ ക്രൂരന്മാരായിരുന്നു, ജന്മിമാരായിരുന്നു, ബൂർഷ്വാസികളായിരുന്നു. ഇത് പഠിപ്പിക്കുന്ന ആ ക്ലാസ്സിലാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് ഒരു യോനി, ഒരാകാരം, ഒരു ഭേദവും ഇല്ലില്ലെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത്. ഈ ക്രൂരത ലോകത്ത് എവിടെ നടക്കും? ചിന്തിക്കൂ.
മുസാഫർ നഗർ കലാപത്തിന് പ്രതികാരമാണ് മറ്റത്, അല്ലെങ്കിൽ അയോധ്യക്ക് പ്രതികാരമാണ് ഇത്, മറ്റതിന് പ്രതികാരമാണ് മറ്റത്. എല്ലാറ്റിനും കാരണമുണ്ട്. എന്തായിരുന്നു മലബാറിലെ പാവപ്പെട്ട ഹിന്ദുവിന്, ഏറനാടും വള്ളുവനാടും ചേർത്ത പാവപ്പെട്ട ഹിന്ദു ചെയ്ത തെറ്റെന്ത് എന്ന് അന്വേഷിക്കണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ ഈ തരത്തിൽ ചരിത്രത്തെ വളച്ചൊടിക്കുമ്പോൾ ഇനി നോക്കിയാൽ കാണാം ശതാബ്ദി. മാപ്പിള ലഹളയുടെ 100 ആണ്ട് തികയാൻ വിരലിമ്മലെണ്ണി 7 വർഷം, വിരലിമ്മലെണ്ണി 7 വർഷം ചരിത്രത്തെ വ്യഭിചരിച്ചില്ലേ ഇവിടെ? കണ്ട നീ എവിടെ ഇരിക്കുക, കേട്ട ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞില്ലേ? ഇതടക്കം വരുന്ന പാഠപുസ്തകങ്ങളിലാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് ഒരു യോനി, ഒരാകാരം. നമ്മുടെ ആഗ്രഹം അത് തന്നെയാണ്. ശ്രീനാരായണ ഗുരുദേവൻ പുലർന്ന ഈ കേരളത്തിൽ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവമായിരിക്കണം. അതിനപ്പുറം ആകരുത് നമ്മുടെ ആഗ്രഹം. അതാണ്. നടക്കുമോ? നടക്കുമോ? മതം പറഞ്ഞ് ആനുകൂല്യം കൊടുക്കുന്ന ഇവിടെ നടക്കുമോ? മതം പറഞ്ഞ് രാഷ്ട്രീയക്കാർ സംഘടിപ്പിക്കുന്ന ഈ നാട്ടിൽ നടക്കുമോ? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. വോട്ടിന് വേണ്ടിയുള്ള തന്ത്രങ്ങളിൽ ആ മറ്റേ നമ്പർ ഗെയിം അറിയാത്തവർ പുറകോട്ട് മാറുമ്പോൾ അതാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. രാഷ്ട്രീയം ഒരു നമ്പർ ഗെയിമാണ്. ആ ഗെയിം അറിയാത്തത് കൊണ്ട് മാത്രം ഹിന്ദു ശരിക്കും പറഞ്ഞാൽ തുടച്ചു നീക്കപ്പെടുന്നു എല്ലാ രംഗത്തു നിന്നും. അപ്പൊ ആ മണ്ണില് ശരിക്കും ശ്രീനാരായണ ഗുരുവിന്റെ വചനങ്ങൾ പുലരണം. പക്ഷെ അത് ഈ രൂപത്തിലല്ല, ഈ രൂപത്തിലല്ല. അത് ആത്മാർത്ഥമായി പുലരണം. നമ്മുടെയൊക്കെ ആഗ്രഹം അതാണ്. അതിലേക്കാണ് ഇത്തരത്തിലുള്ള ഭാരതീയ പരിപാടികൾ. മുസൽമാനെ മാറ്റി നിർത്താനല്ല, ക്രിസ്ത്യാനിയെ മാറ്റി നിർത്താനല്ല, ഹിന്ദുവിനെ പ്രത്യേകമായി ചില കിരീടം അണിയിപ്പിക്കാനല്ല. പക്ഷേ ഇനിയും ചില സത്യങ്ങൾ ഹൈന്ദവ സമാജം മനസ്സിലാക്കിയില്ലെങ്കിൽ, ഇനിയും ചില സത്യങ്ങൾ ഹൈന്ദവ സമാജം വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ, ഇനിയും ചില സത്യങ്ങൾക്കനുസരിച്ച് ഹൈന്ദവ സമാജം പ്രവർത്തിച്ചില്ലെങ്കിൽ ഒരു നഷ്ടം കൂടി താങ്ങാൻ നമുക്ക് പറ്റില്ല. 1921 പോലൊരു നഷ്ടം, 1946, 47 കാലഘട്ടങ്ങളിലെ പോലൊരു നഷ്ടം ഇനി ഒരിക്കൽ ഏറ്റുവാങ്ങാൻ നമുക്ക് കഴിയില്ല. മാറാട് പോലൊരു നഷ്ടം ഇനി ഏറ്റുവാങ്ങാൻ ഹൈന്ദവ സമാജത്തിന് സാധിക്കില്ല. എണ്ണി മക്കൾ നഷ്ടപ്പെടുന്നത് ഇനിയും എണ്ണാൻ നമുക്ക് പറ്റില്ല. കള്ളപ്പണത്തിന്റെയും കള്ളക്കടത്തിന്റെയും കള്ളനോട്ടിന്റെയും ബലത്തില് മതത്തെ പണയം വെച്ചിട്ട് ഹിന്ദുവിനെ ജീവിക്കാം, അല്ലെങ്കിൽ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് കരുതുന്നെങ്കിൽ അവരെ സമാധാനിപ്പിക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോകാൻ ഇനി ഹൈന്ദവ സമാജത്തിന് സാധിക്കില്ല. മതം വിൽക്കാനുള്ളതല്ല, മതം പണയം വെക്കാനുള്ളതല്ല. അറിയാമോ, പാവപ്പെട്ട പട്ടികജാതിക്കാരന്റെ ഊരിൽ ചെന്നിട്ട് നാളെ എരി തരാം, പകരം മതം തന്നാ മതി. പക്ഷെ പട്ടികജാതിക്കാരനെ സേവിക്കാൻ ഇവിടെ എല്ലാവരും ഉണ്ട്. പക്ഷം പറയരുതല്ലോ. അട്ടപ്പാടിയിൽ പട്ടികവർഗക്കാരൻ പട്ടിണി കിടന്ന് ചത്താലെന്താ? കൊല്ലം ജില്ലയിലെ അരിപ്പയില് ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി 10,500 പേര് ആ മലമടക്കില് വെയിലും മഴയും കൊണ്ട് കഴിഞ്ഞാലെന്താ? 2 മുന്നണിക്കും പട്ടികജാതിക്കാര് ചാകരയാണ്. KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല കോളനികൾ തോറും സന്ദർശിക്കുന്നു. നമ്മൾ കണ്ടില്ലേ? എന്റെ നാട്ടിൽ വന്നത് ഞാൻ കണ്ടു. പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടുകൂടി KPCC പ്രസിഡന്റ് പട്ടികജാതി കോളനി സന്ദർശിക്കുന്നു. KPCC പ്രസിഡന്റ്, സ്ഥലം MLA ഒക്കെ പാളത്തൊപ്പിയൊക്കെ വെച്ച് പട്ടികജാതി കോളനിക്ക് പോണു. ഞാൻ ജനിച്ചു വളർന്ന നാടാ. ഞാൻ ഇന്ന് വരെ അവിടെ ഒരു പട്ടികജാതിക്കാരനും ഒരാളും പാളത്തൊപ്പി വെച്ച് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ KPCC പ്രസിഡന്റ് പട്ടികജാതി കോളനി പോകുമ്പോ പാളത്തൊപ്പിയും തലയിൽ വെച്ച് നിങ്ങൾക്ക് ഇതൊക്കെ വിധിച്ചിട്ടുള്ളൂ എന്നാണ്. നിങ്ങൾ വലിയ മോഹങ്ങളൊന്നും വേണ്ട, നിങ്ങൾക്ക് ഞങ്ങൾ പാളത്തൊപ്പി റിസർവ് ചെയ്യുന്നു. കോളനികളിൽ ആവശ്യമുള്ളവർക്കൊക്കെ പാളത്തൊപ്പി എത്തിക്കാം, പക്ഷെ സ്കോളർഷിപ്പ് ചോദിക്കരുത്. ഈ പട്ടികജാതിക്കാരന്റെ വിഷമം അറിയാൻ മിസ്റ്റർ KPCC പ്രസിഡന്റ് അങ്ങ് കോളനിയിൽ വരണ്ട. അല്ലെങ്കിലും അതല്ലേ അറിയുള്ളൂ അല്ലേ? ഒരു ഉമ്മൻചാണ്ടി നടന്ന് മണ്ടിപ്പായ കിടക്കാൻ വയ്യാത്തവനും നടക്കാൻ വയ്യാത്തവനും മഞ്ചലിലേക്ക് ചെല്ലുക. മുഖ്യമന്ത്രിയുടെ വല്ല ആനുകൂല്യം കിട്ടണമെങ്കിൽ മഞ്ചലും ചുമന്ന് മുഖ്യമന്ത്രി ഉള്ളോടത്ത് ചെല്ലണം. അന്തസ്സുള്ളൊരു മുഖ്യമന്ത്രി ആണെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് ഒരു ഉത്തരവിട്ടാൽ 15 ദിവസത്തിനുള്ളിൽ എല്ലാ ഓഫീസുകളിലെയും ഫയലുകൾ സെറ്റിൽ ചെയ്തിരിക്കണമെന്ന് ഒരു ഉത്തരവിട്ടാൽ സംഗതി നടക്കില്ലേ? അതല്ലേ വേണ്ടത്? നല്ല കാലം കേരളം പാവക്കട വലിപ്പേ ഉള്ളൂ. ആന്ധ്രാപ്രദേശ് പോലെയോ ഗുജറാത്ത് പോലെയോ രാജസ്ഥാൻ പോലെയോ ഒക്കെ ഉള്ളൊരു സംസ്ഥാനമായിരുന്നെങ്കിൽ വേർത്തു പോയിരുന്നു നമ്മുടെ മുഖ്യമന്ത്രി. കാരണം ഇവിടെ ഒരു ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ മുഖ്യമന്ത്രി വരണം. നാളെ നമുക്ക് കറണ്ട് കണക്ഷൻ കിട്ടണമെങ്കിൽ വൈദ്യുതി മന്ത്രി വരണമായിരിക്കും.
ലൈൻമാൻ ഒന്നും ഉണ്ടായിട്ട് കാര്യമല്ല. വൈദ്യുതി മന്ത്രി വന്നിട്ട് ലൈൻ കണക്ഷൻ തരേണ്ട നാളൊക്കെ അതാണ്. അപ്പൊ അതുപോലെ KPCC പ്രസിഡന്റ് പട്ടികജാതിക്കാരനെ സേവിക്കാൻ ഭരിക്കുന്ന പാർട്ടിയുടെ പ്രസിഡന്റ് കെട്ടി എഴുന്നള്ളിയ കോളനിയിലേക്ക് അങ്ങ് തിരുവനന്തപുരത്തൊന്ന് ഇരുന്നാ പോരെ. 4 വർഷമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്ന് നമസ്കരിക്കുന്നില്ലേ? മുസ്ലിമും ക്രിസ്ത്യാനിയും 1000 രൂപ വാങ്ങിപ്പോകുമ്പോ പട്ടികജാതിക്കാരൻ നക്കാപ്പിച്ച 250 രൂപയാണ് ഇവിടെ LP സ്കൂളിൽ വാങ്ങണതെന്ന്. എത്ര പ്രാവശ്യം നിങ്ങളുടെ മുന്നിൽ വന്ന് ഞങ്ങൾ നമസ്കരിച്ചു? പഞ്ചവാദ്യവും പാളത്തൊപ്പിയുമായി പട്ടികജാതിക്കാരന്റെ മാനത്തിന് വില പറയാൻ പോകുമ്പോൾ ആ തിരുവനന്തപുരത്തിരുന്ന് ഒരു ഉത്തരവിട്ടാ പോരെ? മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും കൊടുക്കുന്ന 1000 രൂപ നാളെ മുതൽ ഇവിടുത്തെ പട്ടികജാതിക്കാരനും കിട്ടുമെന്നൊരു ഉത്തരവിട്ടാൽ അതല്ലേ ഈ പഞ്ചവാദ്യത്തെക്കാൾ നമ്മുടെ ചെവികളെ സുഖിപ്പിക്കുക? അവിടെ ഇരുന്ന് ചെയ്താ പോരെ. പാലക്കാട് ജില്ലയിലെ പട്ടികജാതി കോളനികൾ കയറി നിരങ്ങി. ഈ പാലക്കാട് ജില്ലയിലെ കഴിഞ്ഞ ഏതാനും വർഷമായിട്ട് പട്ടികജാതി യുവതികൾക്കുള്ള വിവാഹ സഹായധനം ഇതുവരെ കൊടുത്തിട്ടില്ല. അത് കൊടുക്കാൻ പണമില്ല. പഞ്ചവാദ്യവും താരാട്ടുമായിട്ട് കോളനികൾ തോറും കയറുന്നു. CPM പട്ടികജാതി കോളനി അസോസിയേഷൻ ഉണ്ടാക്കുന്നു. PKS എന്താണ്ട് ഒരു പേരില് പട്ടികജാതി കോളനികളെ സംഘടിപ്പിക്കുന്നു. കാരണം അവർക്ക് തിരിച്ചറിവ് വരുന്നോ എന്നൊരു സംശയം. കോളനിയാക്കി കൊണ്ടുപോയി ഇട്ടിട്ടും ഇവര് നശിച്ചില്ലല്ലോ. കോളനിയാക്കി കൊണ്ടുപോയിട്ടൊക്കെ വ്യക്തമായ ഉദ്ദേശമുണ്ട്. അവര് മറ്റ് സംസ്കാരവുമായി കൂടി ചേരരുത്, തുല്യത ഒരിക്കലും ഉണ്ടാകരുത്, അവരവിടെ കിടക്കട്ടെ. ഇങ്ങനെയൊക്കെ ഇട്ടിട്ടും ആ പാവങ്ങൾക്ക് ഇപ്പൊ നേരം വിളിച്ചു പോയി. അവര് പല കാര്യങ്ങളും മനസ്സിലാക്കി. അതുകൊണ്ട് ഇനിയും അവരെ തളച്ചിടാൻ ഞങ്ങളുടെ അസോസിയേഷൻ വേണമോ? ഈ കഴിഞ്ഞ 6-7 കൊല്ലമായിട്ട് പട്ടികജാതിക്കാരന്റെ സ്കോളർഷിപ്പ് വിഷയം CPM അറിഞ്ഞിട്ടുണ്ടോ? ഒരു പ്രതികരണം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ ഇന്ദിരാ ആവാസ് യോജന പാവപ്പെട്ടവന് വീട് വെക്കാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയാണ്. അതിന്റെ നയരേഖ വ്യക്തമാക്കുന്നു. 45% വീടുകൾ പട്ടികജാതിക്കാർക്ക്, 25% ന്യൂനപക്ഷങ്ങൾക്ക്, 15% മറ്റുള്ളവർക്ക്, പൊതുവിഭാഗത്തിന്. അതിന്റെ നയരേഖയിൽ വ്യക്തമാക്കുന്നു 45% പട്ടികജാതിക്കാർക്ക് കേരളത്തിലെത്തി നടപ്പാക്കിയപ്പോ 47% ന്യൂനപക്ഷങ്ങൾക്ക്. 45% പട്ടികജാതിക്കാർക്ക് കിട്ടേണ്ടിടത്ത് 25% മാത്രം ന്യൂനപക്ഷങ്ങൾക്ക് കിട്ടേണ്ടിടത്ത് കേരളത്തിൽ ഇന്ദിരാ ആവാസ് യോജന നടപ്പാക്കിയപ്പോൾ 47% ന്യൂനപക്ഷങ്ങൾക്ക്. അതിൽ തന്നെ നല്ലൊരു വിഭാഗം മുസ്ലിങ്ങൾക്ക്. അറിഞ്ഞില്ലേ? CPM കോളനി അസോസിയേഷൻ അല്ല ഉണ്ടാക്കേണ്ടിയിരുന്നത്. ഇതിനെതിരെയായിരുന്നു സമരം ചെയ്യേണ്ടിയിരുന്നത്. ഹിന്ദു ഐക്യവേദിയാ സമരം ചെയ്തത്. ഹിന്ദു ഐക്യവേദിയാ മാറ്റിമറിപ്പിച്ചത്. മുഖ്യമന്ത്രിയെ കൊണ്ട് ഒപ്പിടി വെപ്പിച്ചത്. കേന്ദ്ര നയത്തിനനുസരിച്ചേ ഇവിടെയും വിതരണം ചെയ്യുള്ളൂ. ഇനി മുതൽ 45% ഇവിടുത്തെ പട്ടികജാതിക്കാർക്ക് കിട്ടും. കോളനി തോറും കയറിയ രമേശ് ചെന്നിത്തല കാരണമല്ല, കോളനി അസോസിയേഷൻ ഉണ്ടാക്കിയ CPM കാരണമല്ല, ഹിന്ദു സംഘടനകൾ കാരണമാണ് മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത്. അപ്പൊ ഇങ്ങനെ ഒരുപാട് കൾ സഹിക്കുമ്പോൾ ഈ ഭാരതീയം 2013 നമുക്കുള്ള ഉണർത്തുപാട്ടാകട്ടെ, നമുക്കുള്ള ഉത്തേജനമാകട്ടെ. സ്വാമിജിയിലേക്ക് തിരിയാം. ലോകത്തിന്റെ നെറുകയിൽ സനാതന ധർമ്മത്തെ പ്രതിഷ്ഠിച്ച സ്വാമിജിയിലേക്ക് ഈ സാർദ്ധശതിയിൽ നമുക്ക് തിരിയാം. എല്ലാ മനസ്സിന്റെ നന്മയും എടുത്ത് സ്വാമിജിയിൽ നിന്ന് ആവേശം സ്വീകരിക്കാം. സ്വാമിജിയുടെ വാക്കുകൾക്ക് കാതോർക്കാം. ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യവരാ നിബോധത. വന്ദേ മാതരം.